بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم أصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم اغفر لنا ذنبنا كله دقه وجله وأوله وآخره وعلانيته وسره. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم توفنا مسلمين وألحقنا بالصالحين. أما بعد. സഹോദരങ്ങളെ, മഹാനായ സഹാബി തമീം ബിൻ ഔസ് അദ്ദാരി റഹിമഹുല്ലാ റളിയല്ലാഹു അൻഹു, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന പ്രസിദ്ധമായ ഇമാം മുസ്ലിമിൻ്റെ സഹീഹിലുള്ള ഹദീസാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ വാക്ക്, അദ്ദീനു അൻ നസീഹ. ദീൻ എന്നാൽ അത് നസീഹത്താണ്. സഹാബത്ത് ചോദിച്ചു, ലിമൻ യാ റസൂൽ അള്ളാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ ആരോടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലില്ലാഹി വലി കിതാബിഹി വലി റസൂലിഹി വലി അഇമ്മത്തിൽ മുസ്ലിമീന വഅമ്മത്തിഹിം. ലില്ലാഹി അള്ളാഹുവിനോട്, വലി കിതാബിഹി അള്ളാഹുവിൻ്റെ കിതാബിനോട്, വലി റസൂലിഹി അള്ളാഹുവിൻ്റെ റസൂലിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം, വലി അഇമ്മത്തിൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളുടെ ഭരണാധികാരികളോട്, വഅമ്മത്തിഹിം അവരിലെ പൊതുജനങ്ങളോട്. നോക്കൂ, ഈ ഹദീസ് ഈ ദീനിൻ്റെ ആകെത്തുകയാകുന്ന, ഈ ദീനിലെ എല്ലാ വിധിവിലക്കുകളെയും ഉൾക്കൊള്ളുന്ന ഒരു ഹദീസാണ്. കുല്ലിയാത്ത് എന്ന് ദീനിൻ്റെ ചില കാര്യങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. ജുസ്ഇയാത്ത് എന്ന് പറയും അതിൻ്റെ നേരെ എതിർഭാഗത്ത് നിൽക്കുന്നത്. കുല്ലിയാത്ത് എന്ന് പറഞ്ഞാൽ ദീനിൻ്റെ എല്ലാ നിയമങ്ങളെയും, അല്ലെങ്കിൽ ദീനിൻ്റെ ഒരുപാട് നിയമങ്ങളെ ഉൾക്കൊള്ളുന്ന പാഠങ്ങളാണത്. ജുസ്ഇയാത്ത് എന്ന് പറഞ്ഞാൽ ദീനിലെ ഒറ്റപ്പെട്ട മസ്അലകളാണ്. ഉദാഹരണത്തിന്, ഒട്ടകമാംസം ഭക്ഷിച്ചാൽ ഉദു മുറിയുമോ? അതൊരു മസ്അലയാണ്. ഉദു മുറിയും എന്നതാണ് ശരി. അതേസമയം ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, കർമ്മങ്ങളെല്ലാം നിയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നത് കുല്ലിയാത്താണ്. അത് ദീനിൻ്റെ എല്ലാ നിയമങ്ങളെയും ബാധിക്കുന്ന ഒരു അടിസ്ഥാന പാഠമാണ്. നോക്കൂ, അദ്ദീനു അൻ നസീഹ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസ് ഇസ്ലാമിൻ്റെ ഓരോ ഭാഗത്തെയും സ്പർശിക്കുന്ന, അതെല്ലാം ഉൾക്കൊള്ളുന്ന ഏറെ മഹത്തരമായ പാഠമാണ്. അതുകൊണ്ടാണ് ഇമാം അന്നവവി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ അൽ-അർബഊൻ എന്ന കിതാബിൽ 7ാമത്തെ ഹദീസായി ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത്. ഈ ഹദീസ് ഉദ്ധരിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന സഹാബി തമീം ഇബ്ൻ ഔസ് അദ്ദാരി റളിയല്ലാഹു അൻഹു എന്ന സഹാബിയാണ്. അദ്ദേഹം നേരത്തെ നസറാനി ആയിരുന്ന, ക്രൈസ്തവനായിരുന്ന സഹാബിയായിരുന്നു. തമീം റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു പ്രത്യേകതയാണ്, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തമീമിൽ നിന്ന്, തമീമിൻ്റെ ഒരു അനുഭവം കേൾക്കുകയും അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. പണ്ഡിതന്മാർ പറഞ്ഞു, സഹാബിമാർ നബിയിൽ നിന്ന് ഹദീസ് റിവായത്ത് ചെയ്യും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തമീമിൻ്റെ ഒരു അനുഭവം കേൾക്കുകയും ജനങ്ങളെ മസ്ജിദിൽ വിളിച്ച് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. തമീം റളിയല്ലാഹു അൻഹു ഒരു യാത്രക്കിടയിൽ ഒരു ദ്വീപിൽ അകപ്പെടുകയും അവിടെ ഒരു ഗുഹയിൽ ചങ്ങലയിൽ ബന്ധിതനായ നിലയിൽ മസീഹുദ് ദജ്ജാലിനെ
കാണുകയും ചെയ്ത സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിൽ ജനങ്ങളെ വിളിച്ച് പറഞ്ഞു കൊടുക്കുകയുണ്ടായി. മുസ്ലിമിൻ്റെ സഹീഹിൽ ആ ഹദീസ് കാണാം. ഈ ഒരു പ്രത്യേകതയുള്ള സഹാബിയാണ് അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസാണിത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദീനു അന്നസീഹ. ദീൻ എന്നാൽ അത് നസീഹത്താണ്, അത് ഗുണകാംക്ഷയാണ്, കൂറുപാലിക്കലാണ്. അദ്ദീനു അന്നസീഹ എന്ന് പറഞ്ഞാൽ നസീഹത്തില്ലാതെ ദീനില്ല. ഏതുപോലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹജ്ജു അറഫ. ഹജ്ജ് എന്നാൽ അറഫയാണ്. എന്നാണ് അതിൻ്റെ അർത്ഥം. ഹജ്ജിൽ അറഫയിൽ നിൽക്കുക എന്ന കർമ്മം മാത്രമല്ല ഉള്ളത്. പക്ഷെ അറഫ ഇല്ലാതെ ഹജ്ജില്ല. അറഫയിൽ നിൽക്കുക ഇല്ലാതെ ഹജ്ജില്ല. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുആഉ ഹുവൽ ഇബാദ. അദ്ദുആഉ ഹുവൽ ഇബാദ. ദുആ ആണ് ഇബാദത്ത്, പ്രാർത്ഥനയാണ് ആരാധന. എന്തുകൊണ്ടാണത്? കാരണം ദുആ ഇല്ലാതെ ഒരു ഇബാദത്തുമില്ല. ദുആ രണ്ട് ഇനങ്ങളാണ്. ഒന്ന് ദുആഉ മസ്അല, രണ്ടാമത്തെ ദുആഉ ഇബാദ. ദുആഉ മസ്അല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ദുആ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന അർത്ഥം എന്തോ അതാണ്. ദുആ എന്ന് കേൾക്കുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിൽ ആദ്യം വരിക? അള്ളാഹുവിനോട് ചോദിക്കുക, അള്ളാഹുവിനോട് തേടുക. അതാണ് ദുആഉ മസ്അല. എന്നാൽ അത് മാത്രമല്ല ദുആ. രണ്ടാമത്തെ എന്താണ്? ദുആഉ ഇബാദ എന്ന് പറഞ്ഞാൽ അത് എല്ലാ ആരാധനാ കർമ്മങ്ങളിലുമുള്ള ദുആ ആണ്. കാരണം ഏത് ഇബാദത്ത് ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ട്, ഇത് അള്ളാഹു സ്വീകരിക്കണം, റബ്ബിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ഒരാൾ എത്ര ശ്രദ്ധയില്ലാതെയാണ് അത് ചെയ്യുന്നത് എങ്കിൽ പോലും അതിൻ്റെ തുടക്കത്തിൽ അതുണ്ടാവും. അപ്പം നിസ്കാരം ഒരാൾ തുടക്കം മുതൽ ഒടുക്കം വരെ തീർത്തും അശ്രദ്ധയിലാണ് നിർവഹിച്ചത് എങ്കിൽ പോലും അവൻ വുദൂ ചെയ്തതും മസ്ജിദിലേക്ക് വന്നതും നിസ്കാരത്തിന് കൈകെട്ടിയതും ഒക്കെ ആർക്കു വേണ്ടിയാണ്? അള്ളാഹുവിന് വേണ്ടിയാണ്, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നോക്കൂ, ഒരാൾ ശ്രദ്ധയില്ലാതെയാണ് നിസ്കരിച്ചത് എങ്കിൽ പോലും അതിൻ്റെ പേരിൽ ആ നിസ്കാരം എന്ത് ചെയ്യേണ്ടതില്ല? മാറ്റി നിസ്കരിക്കേണ്ടതില്ല. നിർബന്ധമാണ് നിസ്കാരത്തിൽ ശ്രദ്ധ ഉണ്ടായിരിക്കുക എന്നത്. പക്ഷേ അത് വിട്ടുപോയാൽ ആ നിസ്കാരം അടക്കി നിസ്കരിക്കേണ്ടതില്ല. മറിച്ച് നീ സുന്നത്തുകൾ വർദ്ധിപ്പിക്കുക, അള്ളാഹുവിനോട് സ്വീകരിക്കാൻ ദുആ ചെയ്യുക, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കൂ, അദ്ദുആഉ ഹുവൽ ഇബാദ എന്ന് പറഞ്ഞതിൽ ഈ രണ്ട് മനസ്സിലാക്കുക. രണ്ട് ഇനമുണ്ട്. ഒന്ന് ദുആഉ മസ്അല, രണ്ടാമത്തെ ദുആഉ ഇബാദ. ദുആഉ ഇബാദ എന്നാൽ ഏത് കർമ്മം ചെയ്യുമ്പോഴും ഈ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവും, അള്ളാഹു ഇത് സ്വീകരിക്കണം. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട്, അവൻ്റെ ശിക്ഷ ഭയപ്പെട്ടുകൊണ്ടാണ് ഏത് ഇബാദത്തും ഓരോ മുസ്ലിമും ചെയ്യുന്നത്. ഇതുപോലെയാണ് ദുആഉ ഹുവൽ ഇബാദ എന്ന് പറഞ്ഞതുപോലെ, അൽ ഹജ്ജു അറഫ എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ഹദീസ്. അദ്ദീനു അൻ നസീഹ. ദീൻ എന്നാൽ നസീഹത്താണ്, അത് ഗുണകാംക്ഷ പുലർത്തലാണ്, കൂറുപാലിക്കലാണ്. ഈ ഹദീസിൽ അള്ളാഹുവിനോടുള്ള ബാധ്യതയും പടപ്പുകളോടുള്ള ബാധ്യതയും ഒരുപോലെ ഉൾക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ദീൻ അള്ളാഹുവിനോടുള്ള ഹക്ക് പാലിക്കാൻ പഠിപ്പിക്കുന്ന ദീനാണ്. അതുപോലെ ചുറ്റുമുള്ളവരോടുള്ള ഹക്കുകളും പാലിക്കാൻ പഠിപ്പിക്കുന്ന ദീനാണ്. നമ്മുടെ ഇബാദത്തുകൾ അങ്ങനെ ഉള്ളതാണ്. നിങ്ങൾ നോക്കൂ, നിസ്കാരം ഒരടിമയും അള്ളാഹുവും തമ്മിലുള്ള ബന്ധമാണ് എങ്കിൽ സകാത്ത് അത് പടപ്പുകളെ കൂടി അവരെ കൂടി ഉൾക്കൊള്ളുന്ന ഇബാദത്താണ്. അവരന്വേഷിക്കണം, സകാത്തിൻ്റെ അവകാശികളെ കാണണം, അവരിലേതെങ്കിലും ഒരു വിഭാഗത്തിനായിരിക്കണം ഇത് കൊടുക്കേണ്ടത്. സദഖ നോക്കൂ, നോമ്പ് നോക്കൂ, ഹജ്ജ് നോക്കൂ, ഇതെല്ലാം പല ഇനങ്ങളിൽ ഉള്ളതാണ്. ചിലത് ശരീരം കൊണ്ട്, ചിലത് സമ്പത്ത് കൊണ്ട്, ചിലത് രണ്ടും കൊണ്ട്. ഇങ്ങനെ യാ അയ്യുഹല്ലദീന ആമനു ദുഖുലു ഫിസ്സിൽമി കാഫ എന്ന് അള്ളാഹു പറഞ്ഞതിനെ പൂർത്തീകരിക്കുന്നതാണ് ദീനിലെ ഇബാദത്തുകൾ. നിങ്ങൾ പൂർണ്ണമായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കുക. കാരണം മനുഷ്യരുടെ പ്രകൃതം പല രൂപത്തിലായിരിക്കും. ചില ആളുകൾ ശരീരം കൊണ്ട് എന്ത് ത്യാഗവും അവൻ സഹിക്കും, പക്ഷെ 5 പൈസ അവന് കൊടുക്കാൻ സാധിക്കില്ല, അവൻ പിശുക്കനായിരിക്കും. ചില ആളുകൾ എത്ര വേണമെങ്കിലും കൊടുക്കാൻ അവൻ തയ്യാറാണ്, പക്ഷേ 2 റക്അത്ത് നിസ്കരിക്കുക എന്നത് അവന് വലിയ പ്രയാസമായിരിക്കും. ഈ ദീൻ അങ്ങനെ ആളുകൾ അവരുടെ താല്പര്യം അനുസരിച്ച് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വിട്ടുകൊടുക്കുന്ന ദീനല്ല. നീ അള്ളാഹുവിൻ്റെ അടിമയാണ് എങ്കിൽ അള്ളാഹു പറഞ്ഞതുപോലെ അവനെ ഇബാദത്ത് ചെയ്യണം.
5 നേരത്തെ നിസ്കാരം നിർബന്ധമുണ്ട് എന്നതുപോലെ സകാത്ത് നിർബന്ധമുണ്ട്, നോമ്പുണ്ട്, ഹജ്ജുണ്ട്. ഇങ്ങനെയാണ് ദീൻ. നിർബന്ധമാക്കിയ കർമ്മങ്ങളാകട്ടെ അത് ഏതൊരാൾക്കും എളുപ്പമുള്ളതാണ്. പക്ഷെ അതിൽ ഈ പറഞ്ഞ ഇനങ്ങളുണ്ട്. നിർബന്ധമാക്കപ്പെട്ടതിനപ്പുറം അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാൻ ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടോ, വാതിൽ തുറന്നിട്ടിരിക്കുന്നു. അതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റിക്കൊണ്ട് ഒരാൾക്ക് അള്ളാഹുലേക്ക് എത്ര വേണമെങ്കിലും അടുക്കാൻ സാധിക്കുന്ന സുന്നത്തായ അമലുകളുടെ വിശാലമായ ഭൂമിക ഈ ദീനിൽ ഉണ്ട്. പറഞ്ഞു വന്നത് അള്ളാഹുവിനോടുള്ള ബാധ്യതയും പടപ്പുകളോടുള്ള ബാധ്യതയും ഒരുപോലെ ഉൾക്കൊള്ളുന്ന ഒരു ഹദീസാണിത്. അദ്ദീനു അൻ നസീഹ, ദീൻ എന്നാൽ നസീഹത്താണ്. എന്താണ് സഹോദരങ്ങളെ നസീഹത്ത് എന്ന് പറഞ്ഞാൽ? അതിൻ്റെ അർത്ഥം, നസീഹത്ത് എന്ന വാക്ക് നസഹ എന്ന വാക്കിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. നസഹ എന്ന വാക്ക് യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കളങ്കമറ്റ, കറയില്ലാത്ത, നിഷ്കളങ്കമായ, ആത്മാർത്ഥമായ സംഗതിക്കാണ് ആ വാക്ക് ഉപയോഗിക്കുക. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബതൻ നസൂഹ. യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനുകളെ, തൂബു ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുലേക്ക് ഖേദിച്ച് തൗബ ചെയ്ത് മടങ്ങുക. എങ്ങനെയുള്ള തൗബ? തൗബതൻ നസൂഹ, കലർപ്പില്ലാത്ത തൗബ, ആത്മാർത്ഥമായ തൗബ. ഇതാണ് യഥാർത്ഥത്തിൽ നസീഹത്തിൻ്റെ ഉൾക്കാമ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിന് നമ്മൾ കൂറുപാലിക്കുക എന്നർത്ഥം പറയുന്നത്. ഗുണകാംക്ഷ എന്ന് പറയുന്നത് പോലെ കൂറുപാലിക്കുക. എന്താണ് കൂറെന്ന് പറയുന്നത്? അവൻ ഉള്ളുകൊണ്ട് ആത്മാർത്ഥമായി നല്ലത് വിചാരിക്കുകയും നന്മ ആഗ്രഹിക്കുകയും മോശമായതൊന്നും ചിന്തിക്കാതിരിക്കുകയും ഒട്ടും കാപട്യം വെച്ച് പുലർത്താതിരിക്കുകയും ചെയ്യും. അതാണ് നസീഹത്ത് എന്ന് പറഞ്ഞാൽ. അദ്ദീനു അൻ നസീഹ, ഈ ദീൻ എന്നാൽ അത് നസീഹത്താണ്. സഹാബത്ത് റളിയല്ലാഹു അൻഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാക്ക് പറഞ്ഞപ്പോൾ ചോദിക്കാൻ, ലിമൻ യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ ആരോടാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നസീഹത്തിന്, ഗുണകാംക്ഷക്ക്, കൂറുപാലിക്കലിന് അവകാശപ്പെട്ടവർ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുന്നു, ലില്ലാഹി വലി കിതാബിഹി വലി റസൂലിഹി വലി അഇമ്മത്തിൽ മുസ്ലിമീന വഅമ്മതിഹിം. ലില്ലാഹ്, ആദ്യം പറഞ്ഞത് അള്ളാഹുവിനോടാണ്. അള്ളാഹുവിനോട് നീ കൂറുപാലിക്കുക, ആത്മാർത്ഥത പുലർത്തുക, സത്യസന്ധനാവുക. ഏതൊക്കെ കാര്യങ്ങളിലാണ് അത് വേണ്ടത്? അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങളിൽ നസീഹത്ത് പുലർത്തുക. അത് വാജിബായ നസീഹത്തുണ്ട്, അതുപോലെ പുണ്യകരമായ മുസ്തഹബായ നസീഹത്തിൻ്റെ ഭാഗവുമുണ്ട്. അള്ളാഹു നിർബന്ധമാക്കി അവനോടുണ്ടായിരിക്കേണ്ട നസീഹത്താണ്, കൂറുപാലിക്കലാണ്, അവനിൽ വിശ്വസിക്കേണ്ടത്. അള്ളാഹുവിൽ നീ വിശ്വസിക്കുക, അവൻ മാത്രമാണ് റബ്ബ് എന്ന് വിശ്വസിക്കുക, അവൻ മാത്രമാണ് ഇലാഹ് എന്ന് വിശ്വസിക്കുകയും അവനെ മാത്രം ഇബാദത്ത് ചെയ്യുകയും ചെയ്യുക. മൂന്നാമത്തത് അള്ളാഹുവിൻ്റെ പേരുകളിൽ, അവൻ്റെ വിശേഷണങ്ങളിൽ, അവൻ്റെ അസ്മാഇൽ, അവൻ്റെ സിഫാത്തിൽ അവൻ എങ്ങനെ പഠിപ്പിച്ചോ, അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പഠിപ്പിച്ചോ അതുപോലെ വിശ്വസിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക. നോക്കൂ, ഒന്ന് അവനിൽ വിശ്വസിക്കുക, അവൻ മാത്രമാണ് റബ്ബ്, ആകാശഭൂമികളെ നിന്നെ പടച്ചവൻ, റിസ്ഖ് നൽകുന്നവൻ, ജീവിപ്പിക്കുന്നവൻ, മരിപ്പിക്കുന്നവൻ, മഴ വർഷിക്കുന്നവൻ, ഉപകാരോപദ്രവങ്ങൾ അവൻ്റെ കയ്യിലാണ്. ഈ വിശ്വാസം, അതാണ് അള്ളാഹു അവനാണ് റബ്ബ് എന്ന വിശ്വാസം, അവൻ്റെ റുബൂബിയ്യത്തിൽ വിശ്വസിക്കുക. രണ്ടാമത്തേത് അതിനേക്കാൾ പ്രാധാന്യമുള്ളതാണ്, അവൻ്റെ ഉലൂഹിയത്തിൽ നീ വിശ്വസിക്കുക എന്നത്. അവൻ മാത്രമാണ് ഇലാഹ് അഥവാ ആരാധനക്കർഹൻ എന്ന് വിശ്വസിക്കുക. അതിനാണ് അള്ളാഹു നിന്നെ പടച്ചത് തന്നെ. നിൻ്റെ ഏറ്റവും വലിയ ആവശ്യം യഥാർത്ഥത്തിൽ അതാണ്. ഏറ്റവും വലിയ ആവശ്യം എന്താണ്? അതാണ് നീ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നതാണ്. അതല്ല എങ്കിൽ അള്ളാഹു റബ്ബാണ് എന്നത് അത് മുശ്രിക്കുകളും അംഗീകരിക്കുന്ന കാര്യമാണ്. അള്ളാഹുവാണ് ഇതൊക്കെ നൽകുന്നത്, ആകാശഭൂമികളെ പടച്ചത് എന്നത് അവനിൽ പങ്കു ചേർക്കുന്നവരും അംഗീകരിക്കുന്ന കാര്യമാണ്. അതല്ല, നിൻ്റെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് നീ അള്ളാഹുവിനെ മാത്രം ഇലാഹാക്കുക എന്ന കാര്യമാണ്. അവനെക്കുറിച്ച് നിൻ്റെ മനസ്സിൽ പരിപൂർണമായ സ്നേഹം നിറയണം. കാരണം ഇലാഹ് എന്ന് പറഞ്ഞാൽ അല്ലദീ യുലഹു മഹബ്ബതൻ വതദല്ലുലൻ വതഅദീമൻ. ഇലാഹ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ സ്നേഹത്തോടെ, അങ്ങേയറ്റത്തെ താഴ്മയോടെ, അങ്ങേയറ്റത്തെ ആദരവോടെ ആരാധിക്കപ്പെടുന്നവനാണ്. അവനെപ്പോലെ മറ്റാരെയും
നീ സ്നേഹിക്കാൻ പാടില്ല. അവനോടുള്ള സ്നേഹം പോലെ മറ്റൊരാളോടും നിനക്ക് സ്നേഹം ഉണ്ടാകരുത്. അവനോടുള്ള മഹബത്ത് നിൻ്റെ ഹൃദയത്തിൽ നിറയണം. നിൻ്റെ ഹൃദയം അപ്പോഴാണ് ജീവനുള്ളതാവുക. അതല്ല എങ്കിൽ ചത്തതായിരിക്കും ഹൃദയം. റബ്ബിനോടുള്ള തഅദീം, അവൻ്റെ മഹത്വം നിൻ്റെ ഹൃദയത്തിൽ നിറയണം. അവനെ നീ അറിയണം. അവന് മുന്നിൽ നീ കേണു നിൽക്കണം. കാരണം അവനില്ല എങ്കിൽ നിനക്കെന്താണ്, നിനക്കെങ്ങനെയാണ് ഒരു കണ്ണിമ വെട്ടുന്ന നേരത്തേക്ക് പോലും മുന്നോട്ട് നീങ്ങാൻ നിനക്ക് സാധ്യമല്ല. ഒരു കണ്ണിമ വെട്ടുന്ന നേരത്തേക്ക് പോലും നിനക്ക് മുന്നോട്ട് നീങ്ങാൻ സാധ്യമല്ല. നിൻ്റെ ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും കാര്യങ്ങളിൽ നിന്നെ നന്മയിൽ പിടിച്ചു നിർത്തേണ്ടവൻ റബ്ബാണ്. അവൻ കൈവിട്ടാൽ, അവൻ നിന്നിലേക്ക് ഏൽപ്പിച്ചാൽ ആരാണ് നിന്നെ സംരക്ഷിക്കാനുള്ളത്? ആകാശഭൂമികളെ പിടിച്ചു നിർത്തുന്നവൻ ആരാണോ അതിൻ്റെ സ്ഥാനത്ത് നിന്ന് തെറ്റിപ്പോകാതെ അവനാണ് നിൻ്റെ ഹൃദയത്തെ ഈമാനിൽ പിടിച്ചു നിർത്തേണ്ടത്, നിന്നെ സംരക്ഷിക്കേണ്ടത് ആ റബ്ബാണ്. അതുകൊണ്ട് അവനെ മാത്രം ഇബാദത്ത് ചെയ്യുക. അവൻ മാത്രമാണ് ഇലാഹ് എന്ന് വിശ്വസിക്കുക. മൂന്നാമത്തേത് അവൻ്റെ പേരുകളിൽ, അവൻ്റെ വിശേഷണങ്ങളിൽ വിശ്വസിക്കുക. അവൻ പഠിപ്പിച്ചതുപോലെ അതിൽ അതിരുവിടാതെ, അത് തള്ളിക്കളയാതെ, അവയെ ദുർവ്യാഖ്യാനിക്കാതെ. ഇത് അള്ളാഹുവിനോടുള്ള നസീഹത്താണ്. അതുപോലെ നോക്കൂ, അള്ളാഹുവിൻ്റെ കൽപ്പന സ്വീകരിക്കുകയും അവൻ്റെ ദീൻ അനുസരിക്കുകയും ചെയ്യേണ്ടതാണ് എന്ന് വിശ്വസിച്ചിരിക്കണം. അവൻ്റെ കൽപ്പന സ്വീകരിക്കേണ്ടതാണ്, അവൻ്റെ നിയമങ്ങൾ അനുസരിക്കേണ്ടതാണ് എന്ന് വിശ്വസിച്ചിരിക്കണം. അത് പിൻപറ്റിയിരിക്കണം. അള്ളാഹു പറഞ്ഞതിൽ വിശ്വസിക്കണം. നീ നിൻ്റെ ഹൃദയവുമായി ആത്മാർത്ഥതയോടെ റബ്ബിലേക്ക് തിരിയണം. വാക്കിലും പ്രവൃത്തിയിലുമെല്ലാം ഇഖ്ലാസ് പുലർത്തണം. അള്ളാഹുവിന് വേണ്ടിയാണോ, അവനുള്ള ഇബാദത്തായിട്ടാണോ നീ ചെയ്യുന്നത്? വാക്കാകട്ടെ പ്രവൃത്തിയാകട്ടെ അതിൽ ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. നോക്കൂ, റിയാഓ, ആളുകളെ കാണിക്കാനുള്ളതോ ആളുകളെ കേൾപ്പിക്കാനുള്ളതോ ആകരുത്. വാക്കോ പ്രവൃത്തിയോ ഒന്നും. അങ്ങനെ ആയാൽ നോക്കൂ, റബ്ബിനുള്ള നസീഹത്തിൽ വീഴ്ച വരുത്തിയിരിക്കുന്നു. അള്ളാഹുവിനോടുള്ള നസീഹത്ത് പൂർത്തിയായിട്ടില്ല. അതുപോലെ നോക്കൂ, ഇതിനപ്പുറത്തുള്ള നന്മയിൽ മുന്നേറിയവരുടെ നസീഹത്തുണ്ട്. ഇതുവരെ പറഞ്ഞത് വാജിബാണ്, നിർബന്ധമാണ്, ഓരോരുത്തർക്കും നിർബന്ധമായ കാര്യമാണ്. ഇതിനപ്പുറത്ത് നോക്കൂ, നന്മയിൽ മുന്നേറിയ അള്ളാഹുവിൽ ഉന്നത സ്ഥാനം നേടിയ ആളുകളുടെ റബ്ബിനോടുള്ള നസീഹത്തുണ്ട്. അതെന്താണ്? അവരുടെ ഹൃദയത്തിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ പടപ്പുകളെല്ലാം എത്രയോ നിസാരരായിരിക്കും. അവർക്കൊന്നും യഥാർത്ഥത്തിൽ റബ്ബിനോടുള്ള ബാധ്യതയുമായി തട്ടിച്ചു നോക്കിയാൽ യാതൊരു വിലയും അവർ കാണുകയില്ല. ഏതു സന്ദർഭത്തിനും അള്ളാഹുവിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കേണ്ട രംഗം അവർ മനസ്സിൽ കൊണ്ടുവരും. യൗമ യഖൂമു നാസു ലിറബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കുന്ന ജനങ്ങൾ നിൽക്കുന്ന ദിവസം. സൂറത്തുൽ മുത്തഫിഫീനിലെ ഈ ആയത്ത് ഒരു സഹാബി രാത്രി നിസ്കാരത്തിൽ ഓതുകയും അദ്ദേഹത്തിന് അത് വിട്ടുകടക്കാൻ സാധിക്കാതിരിക്കുകയും ചെയ്തു. ആ ആയത്ത് അദ്ദേഹം നിസ്കാരം കഴിയുന്നത് വരെ, പകൽ വരെ, ഫജ്ർ വരെ ആവർത്തിച്ചുകൊണ്ടിരുന്നു എന്നാണ്. യൗമ യഖൂമു നാസു ലിറബ്ബിൽ ആലമീൻ. കാരണം എത്രമാത്രം അതിൽ ചിന്തിക്കാനുണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അള്ളാഹുവിൻ്റെ മുന്നിൽ ജനങ്ങൾ നിൽക്കുന്ന രംഗം എന്തായിരിക്കും അത്? യൗമ യഖൂമു നാസു ലിറബ്ബിൽ ആലമീൻ. ഇത് ഏത് സമയത്തും ഏത് വാക്കിലും പ്രവൃത്തിയിലും ഓർക്കുന്നവരായിരിക്കും റബ്ബിനുള്ള നസീഹത്തിൽ അങ്ങേയറ്റം മുന്നേറുക, അതിൻ്റെ നിർബന്ധമായ തോതിനപ്പുറത്ത് പോയ ആളുകൾ. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ ഫദ്ലിനാണ്, അവൻ്റെ ഔദാര്യത്താൽ ആ സ്ഥാനത്ത് നമ്മെ എത്തിക്കുമാറാകട്ടെ. നോക്കൂ, അള്ളാഹുവിനോടുള്ള നസീഹത്ത് ഇതാണ്. അതിൻ്റെ ചുരുക്കം ഈ പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത് പറഞ്ഞു, വലി കിതാബിഹി, അള്ളാഹുവിൻ്റെ കിതാബിനോട് നസീഹത്തുണ്ടായിരിക്കണം, അതിനോട് കൂറുപാലിക്കണം. അഥവാ അള്ളാഹുവിൻ്റെ ഖുർആനോട് നീ കൂറുപാലിക്കണം. എങ്ങനെയാണ് ആ കൂറുപാലിക്കുക? ഖുർആനോടുള്ള നസീഹത്ത് എന്താണ്? ഖുർആന് നീ അതിൻ്റെ ഹക്ക് നൽകണം, അതിനോടുള്ള നിൻ്റെ ബാധ്യത നീ പാലിക്കണം, ഖുർആനിൻ്റെ അവകാശം നീ വകവെച്ചു നൽകണം. അത് അള്ളാഹുവിൻ്റെ കലാമാണെന്ന് നീ വിശ്വസിച്ചിരിക്കണം. അത് റബ്ബ് സംസാരിച്ചതാണ്, അള്ളാഹുവിൻ്റെ സംസാരമാണ്, അവൻ്റെ കലാമാണ്. പടപ്പുകളിൽ ഒരാളുടെയും വാക്കല്ല, അത് ജിബ്രീലിൻ്റെ വാക്കല്ല, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കല്ല, മറിച്ച് റബ്ബിൻ്റെ വാക്കാണ്. അവനത് സംസാരിച്ചിരിക്കുന്നു. അത് അള്ളാഹുവിൻ്റെ വാക്കാണ്. പടപ്പുകളുടെ അതാണ് അതിൻ്റെ അത്ഭുതം എന്ന് പറയുന്നത്.
അള്ളാഹുവിൻ്റെ മുഴുവൻ നബിമാർക്കും അവൻ നൽകിയ അത്ഭുതങ്ങളിൽ, ദൃഷ്ടാന്തങ്ങളിൽ ഏറ്റവും വലിയ ദൃഷ്ടാന്തം ഏതാണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ ഖുർആനാണ്. മുഴുവൻ നബിമാർക്കും അള്ളാഹു നൽകിയ ദൃഷ്ടാന്തങ്ങളിൽ, ആയത്തുകളിൽ, മുഅ്ജിസത്തുകളിൽ വെച്ച് ഏറ്റവും വലിയ മുഅ്ജിസത്ത്, ഏറ്റവും വലിയ അത്ഭുതം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ ഈ ഖുർആനാകുന്നു. നീ വിശ്വസിച്ചിരിക്കണം, അത് ഹുജ്ജത്തുല്ലാഹ് അൽ ബാലിഗ, അള്ളാഹുവിൻ്റെ തെളിവാകുന്നു. അള്ളാഹു പടപ്പുകൾക്ക് മേൽ സ്ഥാപിച്ച അവൻ്റെ തെളിവ്. ലിയുൻദിറകും ബിഹി വമൻ ബലഗ്, അള്ളാഹു പറഞ്ഞതുപോലെ ഈ ഖുർആൻ അവൻ എത്തിച്ചിരിക്കുന്നു നബി ജനങ്ങൾക്ക് താക്കീത് നൽകാൻ വേണ്ടി. വമൻ ബലഗ്, ആർക്കെല്ലാം ഇത് വന്നു കിട്ടിയോ അവർക്കെല്ലാമുള്ള തെളിവാണിത്. അതുകൊണ്ട് ഖുർആൻ ആർക്ക് വന്നു കിട്ടിയോ, ആ ഖുർആനിൻ്റെ അർത്ഥം ആർക്ക് മനസ്സിലായോ അവന് മേൽ തെളിവ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. അവന് ഇനി അറിയില്ല എന്ന ന്യായം പറയാൻ സാധ്യമല്ല. എനിക്കറിയില്ല റബ്ബേ, നിന്നെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് എനിക്കറിയില്ല, പരലോകമുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല എന്ന് പറയാൻ ഖുർആൻ വന്നു കിട്ടിയ, ഖുർആനിൻ്റെ അർത്ഥം മനസ്സിലായ ഒരാളെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. ഖുൽ ഫലില്ലാഹിൽ ഹുജ്ജത്തുൽ ബാലിഗ, അള്ളാഹു പറഞ്ഞ അവൻ്റെ ഹുജ്ജ അൽ ബാലിഗ, ആളുകൾക്ക് മേലെല്ലാം അവൻ സ്ഥാപിച്ചിട്ടുള്ള അവൻ്റെ ഹുജ്ജത്താണ്, അവൻ്റെ തെളിവാണ് ഖുർആൻ എന്ന് പറയുന്നത്. അത് നീ വിശ്വസിച്ചിരിക്കണം. അതുപോലെ ഖുർആൻ സന്മാർഗമാണ്, ഹുദ നൂർ, അത് സന്മാർഗമാണ്, അത് വെളിച്ചമാണ്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതി ഹിയ അഖ്വം, ഈ ഖുർആൻ ഏറ്റവും നേരായതിലേക്ക് വഴി നടത്തുന്നു എന്ന് അള്ളാഹു പറഞ്ഞു. അത് വിശ്വസിച്ചിരിക്കുക നിർബന്ധമാണ്. അതുപോലെ ഖുർആനിനോടുള്ള നസീഹത്താണ്, നിർബന്ധമായ നസീഹത്താണ്, കൂറുപാലിക്കലാണ്. ഖുർആനിൻ്റെ കൽപ്പന പാലിക്കപ്പെടേണ്ടതാണ്, അത് ഭൂമിയിൽ നടപ്പിലാക്കപ്പെടേണ്ടതാണ് എന്ന് നീ വിശ്വസിച്ചിരിക്കണം. അത് മാറ്റിവെക്കാനോ അതിനേക്കാൾ നല്ലതുകൊണ്ട് വിധി പറയാനോ പാടുണ്ട് എന്നൊരിക്കലും നീ വിശ്വസിക്കാൻ പാടില്ല. മറിച്ച് ഖുർആൻ കൊണ്ടാണ് വിധി പറയേണ്ടത്, അതാണ് പാലിക്കപ്പെടേണ്ടത് എന്ന് നീ ഉറച്ചു വിശ്വസിച്ചിരിക്കണം. അതിൽ നിനക്ക് ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. ഏത് കാലത്തും ഈ ഖുർആനിൻ്റെ വിധിവിലക്കുകൾ ലോകർക്ക് ബാധകമാണ് എന്ന് വിശ്വസിച്ചിരിക്കണം. ഇന്ന് ചില വിവരദോഷികളായ മുസ്ലിമീങ്ങൾ പറയുന്നത് പോലെ അത് ഇക്കാലത്ത് യോജിച്ചതല്ല, അതിൽ സാഹചര്യം വേറെയാണ് എന്ന് ഒരിക്കലും പറയാൻ പാടില്ല. എത്രയോ മുസ്ലിമീങ്ങൾ ഈ കുഫറിൻ്റെ വാക്ക് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരുപാട് ആളുകൾ, അവർക്കറിയില്ല, അവർ പറയുകയാണ് ഇസ്ലാമിൻ്റെ ഉപദേശം, ദീനിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ പറഞ്ഞാൽ പോലും ആളുകളിൽ ചിലർ പറയുകയാണ് ഇതൊക്കെ എന്താണ്, ഇതൊക്കെ വയസ്സന്മാരുടെ ഉപദേശം, ഇതൊക്കെ പഴയ കാലത്തെ ആളുകൾ, ഇതൊക്കെ പുതിയ തലമുറയ്ക്ക് യോജിച്ചതല്ല, ഇതൊക്കെ പുതിയ ജനറേഷന് യോജിച്ചതല്ല. ഈ പറഞ്ഞു വരുന്നത് എവിടെയാണ് ചെന്ന് തട്ടുക എന്ന് ആളുകൾ ചിന്തിക്കുന്നില്ല. സഹോദര, അള്ളാഹുവിൻ്റെ നിയമം എന്ന് പറഞ്ഞാൽ അത് കേവലം മസ്ജിദിൽ 5 നേരത്തെ ഇബാദത്തിന് മാത്രമുള്ളതല്ല, മറിച്ച് നിൻ്റെ ജീവിതത്തിൽ മുഴുവനുമുള്ളതാണ്. അത് നടപ്പിലാക്കിയേ പറ്റൂ എന്ന് നീ വിശ്വസിച്ചിരിക്കണം. വിശ്വാസം നിനക്ക് തെറ്റാൻ പാടില്ല, മനസ്സിലായില്ലേ? ആ വിശ്വാസത്തിന് എതിര് മനസ്സിൽ വരുന്നതും ഒരാൾ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് എതിര് ചെയ്തു പോകുന്നതും രണ്ടാണ്. ആളുകൾക്ക് പലപ്പോഴും മനസ്സിലാകുന്നില്ല. അള്ളാഹു കൽപ്പിച്ച കൽപ്പനയാണിത് എന്നറിയാം, എന്നിട്ട് പൈശാചിക പ്രേരണ കൊണ്ട് ഒരാൾക്ക് തെറ്റുപറ്റിപ്പോകുന്നു. ആൾക്കറിയാം ഇത് റബ്ബ് കൽപ്പിച്ചതാണ്, ഞാൻ എതിര് ചെയ്തു പോയിരിക്കുന്നു, തെറ്റാണെന്ന് അവൻ വിശ്വസിക്കുന്നു. അവനെ പോലെയാണോ അള്ളാഹുവിൻ്റെ കൽപ്പന അത് പാലിക്കേണ്ടതില്ല, അതൊക്കെ പഴയ കാലത്ത്, അതൊക്കെ ആർക്കാണ് ഇപ്പോൾ പാലിക്കാൻ സാധിക്കുക എന്ന് വിശ്വസിക്കുന്നത്? രണ്ടാണ്. ഒന്ന് കേവലം അസിയത്താണ്, ഒരു തിന്മയാണ്, അള്ളാഹുവിന് പുറത്തു കൊടുത്തേക്കും. അതല്ല എങ്കിൽ അതിൻ്റെ ശിക്ഷ അനുഭവിച്ച് പിന്നീട് അള്ളാഹുവിനെ സ്വർഗത്തിലേക്ക് രക്ഷപ്പെടുത്തും. എന്നാൽ അള്ളാഹുവിൻ്റെ കൽപ്പന പാലിക്കേണ്ടതില്ല എന്ന് വിശ്വസിച്ചാലോ കുഫറാണ്, അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. അവൻ പിൻപറ്റിയത് ഇബ്ലീസിനെയാണ്. കാരണം ഇബ്ലീസ് അള്ളാഹുവിൻ്റെ കൽപ്പന പാലിക്കേണ്ടതില്ല, അതെനിക്ക് ബാധകമല്ല എന്ന് പറഞ്ഞവനാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനയോട് അവൻ എതിര് പറയുകയാണ്. ആദം അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൻ പറയുകയാണ്, ഞാൻ എങ്ങനെ സുജൂദ് ചെയ്യാനാണ്? കാരണം നീ ആദമിനെ മണ്ണ് കൊണ്ട് പടച്ചു, എന്നെ തീ കൊണ്ടാണ് പഠിച്ചത്, ഞാൻ ആദമിനേക്കാളും ഖൈറാണ്, ഞാൻ ആദമിന് സുജൂദ് ചെയ്യുകയും. എന്നാൽ ആദം അലൈഹിസ്സലാമിന് ആ മരത്തിൽ നിന്ന് കഴിക്കരുത് എന്ന് റബ്ബ് പറഞ്ഞപ്പോൾ അതിനെതിരെ ചെയ്തു പോയപ്പോൾ പറഞ്ഞ എന്താണ്? റബ്ബനാ വളംനാ അൻഫുസനാ, റബ്ബേ ഞങ്ങളോട് ഞങ്ങൾ അതിക്രമം ചെയ്തു പോയിരിക്കുന്നു. വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ,
ലനകൂനന്ന മിനൽ ഖാസിരീൻ, റബ്ബേ നീ പുറത്തു തന്നില്ല എങ്കിൽ, നീ കരുണ ചൊരിഞ്ഞില്ല എങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരുടെ കൂട്ടത്തിലായിരിക്കും. ആദം അലൈഹിസ്സലാമിനെ നമ്മൾ പിൻപറ്റേണ്ടത്. ആദം നബിക്ക് അള്ളാഹുവിൻ്റെ പാപമോചനവും അള്ളാഹുവിൽ ഉന്നത സ്ഥാനവുമാണ് ലഭിച്ചത്. അള്ളാഹു ആദം അലൈഹിസ്സലാമിനെ തിരഞ്ഞെടുത്തു. ആദം നബിയുടെ തൗബ സ്വീകരിച്ചു, നേർവഴിയിലാക്കി. ഇബ്ലീസിനെ എന്താണ് ചെയ്തത്? അള്ളാഹു റബ്ബുൽ ആലമീൻ അവനെ ശപിച്ചു. ഫഇന്ന അലൈക ലഅനതി ഇലാ യൗമിദ്ദീൻ, അന്ത്യനാൾ വരെ എൻ്റെ ശാപമാണ് നിനക്കുണ്ടാവുക എന്നാണ് റബ്ബ് പറഞ്ഞത്. ഇബ്ലീസിനെ പിൻപറ്റുന്നവർക്ക്, അവൻ്റെ വാദം പറയുന്നവർക്ക് അള്ളാഹുവിൻ്റെ ലഅനത്താണ്. ആദം അലൈഹിസ്സലാമിൻ്റെ വഴി പിൻപറ്റിയവർക്ക് അബദ്ധം സംഭവിച്ചാലും അവരെ കാത്തിരിക്കുന്നത് അള്ളാഹുവിൻ്റെ പാപമോചനമാണ്, അള്ളാഹുവിൽ നിന്നുള്ള ഹിദായത്താണ്. അതുകൊണ്ട് ഒരിക്കലും ദീനിനെതിരായ ഒരു കാര്യത്തെ ന്യായീകരിക്കാൻ, അത് നീ ചെയ്യുന്നതാണെങ്കിൽ പോലും അത് ന്യായീകരിക്കാൻ നിൽക്കരുത്. അപകടമാണ്, വലിയ വലിയ അപകടമാണ്. മറിച്ച് നീ അള്ളാഹുവിന് കീഴൊതുങ്ങുന്നവനാവുക, തെറ്റ് സമ്മതിക്കുന്നവനാവുക. അല്ല സഹോദരങ്ങളെ, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ചില സന്ദർഭങ്ങളിൽ അല്ല നന്മ ചെയ്യുന്ന ആളുകൾ അതിൽ അഹങ്കരിക്കുകയാണ് എങ്കിൽ അവനെക്കുറിച്ചൊരു രുജുബ് അവന് തോന്നുകയാണ്. ഞാൻ കുഴപ്പമില്ല, ഞാൻ ഒരു കൊള്ളാവുന്ന ആളാണ്, എന്നെപ്പോലെ ആരാളുള്ളത് എന്നൊക്കെ അവന് തോന്നുകയാണ് എങ്കിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ ഇഷ്ടപ്പെടുന്നത് തെറ്റ് സംഭവിച്ചു പോയി. എന്നിട്ടതിൽ നീറുന്ന ഹൃദയവുമായി അള്ളാഹുവിൻ്റെ മുന്നിൽ കേണു നിൽക്കുന്ന റബ്ബേ സംഭവിച്ചു പോയി, നീ പുറത്തു തന്നില്ല എങ്കിൽ ഞാനാകെ നശിച്ചു പോകും. അങ്ങനെയുള്ള പാപിയുടെ തേങ്ങലാണ് ഈ ആരാധനകൾ അർപ്പിക്കുന്നവൻ്റെ അഹങ്കാരത്തെക്കാൾ അള്ളാഹുവിന് ഇഷ്ടം. യാതൊരു സംശയവുമില്ല കാര്യത്തിൽ. ആ തിന്മ ചെയ്തു പോയവൻ്റെ തേങ്ങലുണ്ടല്ലോ, അള്ളാഹുവിൻ്റെ മുന്നിലുള്ള അവൻ്റെ ഹൃദയം നുറുങ്ങിയുള്ള നിൽപ്പുണ്ടല്ലോ, അള്ളാഹു ഇത് ഇഷ്ടപ്പെടും. റബ്ബ് സുബ്ഹാനഹു വ തആല അവന് ഉന്നതമായ സ്ഥാനം അവൻ്റെ അരികിൽ നൽകിയേക്കും. അതുകൊണ്ട് ഈ ചിന്താഗതി സഹോദരങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ കൽപ്പന പാലിക്കപ്പെടേണ്ടതാണ് എന്ന് വിശ്വസിക്കണം. നിനക്കതിൽ വീഴ്ച പറ്റിയാലും അള്ളാഹുവിൻ്റെ കൽപ്പന ലംഘിക്കപ്പെടുന്നു എന്ന് കേട്ടാൽ നിനക്ക് പൊള്ളണം. അള്ളാഹുവിനെ അനുസരിക്കുന്ന ആളുകൾ എന്ന് കേട്ടാൽ നിനക്ക് സന്തോഷമുണ്ടാകണം. മനസ്സിലായില്ലേ? വളരെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ നോക്കൂ, റബ്ബിൻ്റെ കിതാബിനോടുള്ള ബാധ്യതയാണ് ആ കിതാബിൽ വന്നിട്ടുള്ള മുഴുവൻ വിവരങ്ങളിലും വൃത്താന്തങ്ങളിലും വിശ്വസിക്കണം. പഴയകാല നബിമാരുടെ കഥകളാകട്ടെ, വരാനിരിക്കുന്ന കാര്യങ്ങളാകട്ടെ, മുഴുവൻ ഖബറുകളിലും ഖുർആനിൻ്റെ വിവരണങ്ങളിലും വിശ്വസിച്ചിരിക്കണം. നിർബന്ധമാണ് ഈ പറഞ്ഞത്. ഇതിനപ്പുറം ഖുർആനോടുള്ള നസീഹത്തുണ്ട്, പുണ്യകരമായ നസീഹത്ത്. അതെന്താണ്? നീ സാധിക്കുന്നത്ര പരമാവധി ഖുർആൻ പാരായണം ചെയ്യുക, ഖുർആനിൻ്റെ പാരായണം വർദ്ധിപ്പിക്കുക. മനസ്സിലായില്ലേ? നമ്മുടെ മുൻഗാമികൾ അവർ ഒരു മാസത്തിലധികം അല്ലെങ്കിൽ 40 ദിവസത്തിലധികം ഖുർആൻ പൂർത്തിയാക്കാതിരിക്കുക എന്നത് അവരിഷ്ടപ്പെട്ടിരുന്നില്ല എന്ന്. മനസ്സിലായില്ലേ? അതുകൊണ്ട് പരമാവധി സാധിക്കുന്നത്ര ഒരു ഖുർആനിൽ നിന്ന് ഒരു വിരുത്ത് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നിശ്ചിതമായൊരു പാരായണം നമുക്കുണ്ടായിരിക്കണം. ഖുർആൻ അത് മുസ്ഹഫ് തുറന്നു നോക്കാത്ത നിൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം എന്ന് പറയുന്നത് അത് വലിയ നഷ്ടമാണ്. ആ ദിവസം ഖുർആൻ മുസ്ഹഫ് ഒന്നെടുത്ത് തുറന്നു നോക്കാത്തൊരു ദിവസം, അള്ളാഹുവിൻ്റെ കലാം പാരായണം ചെയ്യാത്തൊരു ദിവസം സഹോദരങ്ങൾ, അത് നഷ്ടമാണ്. ഒരാൾക്ക് അങ്ങനെ ചെയ്താൽ കുറ്റമുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. വാജിബായ പാരായണം അത് നിസ്കാരത്തിലെ പാരായണമാണ്, ശരിയാണ്. പക്ഷേ ഈ ഖുർആൻ അതുമായി ബന്ധമില്ലാത്ത നിൻ്റെ ജീവിതം, അതുമായി ബന്ധമില്ലാത്തൊരു അതെന്ത് ദിവസമാണ്? അപ്പോൾ സഹോദരങ്ങളെ ശ്രമിക്കുക. സാധിക്കും. ഓതി പരിചയമില്ല അല്ലെങ്കിൽ ഓതി ശീലമില്ലാത്ത ആളുകൾ ശ്രമിക്കുക. എത്രയാണോ നിനക്കൊരു ദിവസം സാധിക്കുന്നത് അല്പമെങ്കിലും നീ പാരായണം ചെയ്യുക. ഇതൊരു ജുസ് ആയാൽ അൽഹംദുലില്ലാഹ്, അത് എത്ര ഖൈറാണ്. ഒരു മാസം കൊണ്ട് ഖുർആൻ മുഴുവനായി പൂർത്തീകരിക്കാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ കലാം അത് തുടക്കം തൊട്ട് അവസാനം വരെ ഓതി പൂർത്തിയായാൽ സഹാബത്ത് റളിയല്ലാഹു അൻഹും അവരിൽ ചിലർ കുടുംബക്കാരൊക്കെ വിളിച്ചിട്ട്, വീട്ടുകാരെ വിളിച്ചിട്ട് പ്രാർത്ഥിക്കും, അവരെ കൊണ്ട് ആമീൻ പറയിക്കും. കാരണം അവർ വിശ്വസിച്ചിരുന്നു ഖുർആൻ പാരായണം ചെയ്ത് പൂർത്തിയാക്കിയാൽ അവിടെ ഉത്തരം ലഭിക്കുന്ന ദുആ ഉണ്ട്. ഖത്മുൽ ഖുർആനിൻ്റെ ദുആ എന്ന് പറഞ്ഞ് പല മുസ്ഹഫുകളിലും പിന്നിൽ ദുആ അച്ചടിച്ചത് കാണാം.
അങ്ങനെ ഇന്നൊരു ദുആ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല, സഹാബത്ത് പഠിപ്പിച്ചിട്ടില്ല. നിശ്ചിതമായൊരു ദുആ ചെയ്യണമെന്ന് ഇല്ല. മറിച്ച് എന്തും നിനക്ക് ദുനിയാവിൻ്റെയോ ആഖിറത്തിൻ്റെ ഏത് കാര്യവും ദുആ ചെയ്യപ്പോൾ മുസ്ഹഫ് അത് ഖുർആൻ ഒരു ഖത്മ പൂർത്തിയായാൽ ഒറ്റക്ക് ദുആ ചെയ്യാം. അല്ലെങ്കിൽ ഭാര്യ മക്കളൊക്കെ വിളിച്ചിട്ട് ദുആ ചെയ്ത് അവരോട് ആമീൻ പറയാം. അള്ളാഹു സ്വീകരിക്കാൻ ഏറെ സാധ്യതയുള്ള സന്ദർഭമാണ്. അതുകൊണ്ട് നോക്കൂ, ഒരു ദിവസം ഒരു ജുസ് സാധിക്കുമോ? ഇത്ര നല്ലതാണ്. രാവിലെ കുറച്ച് ഓതി, ഉച്ചയ്ക്ക് സമയം കിട്ടിയാൽ അല്പം ഓതി, അങ്ങനെ ശ്രമിച്ചു നോക്കൂ, സാധിക്കും. ഒരു ജുസ് പാരായണം ചെയ്തു വരുന്നവർ അല്പം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചു നോക്കൂ, സമയത്തിൽ നമുക്ക് വലിയ ബറക്കത്ത് ലഭിക്കും. ഖുർആൻ പാരായണം ചെയ്യുന്നേന സമയത്തിലെ ബറക്കത്ത് വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. ഇപ്പോൾ ചെയ്യുന്നതിൽ എത്രയോ അധികം കാര്യങ്ങൾ ഒരു ദിവസം ചെയ്യാൻ സാധിക്കും. സമയം ഒരുപാട് ബാക്കിയുള്ളതായി തോന്നും. ഖുർആൻ ധാരാളമായി ഓതുന്നവരോട് നിങ്ങൾ ചോദിച്ചു നോക്കുക, അവരുടെ ജീവിതത്തിലെ ബറക്കത്ത്, അവരുടെ ആയുസ്സിലെ ബറക്കത്ത്, അവരുടെ ആയുസ് തന്നെ ബറക്കത്തിലായിരിക്കുമെന്നാണ്. സലഫുകളിൽ, മുൻഗാമികളിൽ പലരും, ഖുർആനുമായി അതിയായ ബന്ധമുണ്ടായിരുന്ന ആളുകൾ പലരും ഒരുപാട് പ്രായം വരെ ജീവിക്കുകയും എന്നാൽ പ്രായാധിക്യത്തിൻ്റെ പ്രശ്നങ്ങൾ, ഓർമ്മക്കുറവും മറ്റും അവരെ ബാധിക്കാതിരിക്കുകയും ചെയ്തതായി ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സുവൈദ് ഇബ്നു ഗഫല, അതുപോലെ മഅറൂർ ഇബ്നു സുവൈദ്, അങ്ങനെയുള്ള ചില സലഫുകൾ, മുൻഗാമികൾ, അവരുടെ കഥകൾ അത്ഭുതമാണ്. സുബ്ഹാനല്ലാഹ്. അവരിൽ ചിലർ 120 വയസ്സുള്ളപ്പോൾ ജനങ്ങൾക്ക് റമദാനിൽ ഇമാമായി തറാവീഹിന് നിൽക്കുമായിരുന്നു എന്നാണ്. അവരിൽ ചിലരുടെ മുടിയോ ചാടിയോ ഒന്നുപോലും നരച്ചിട്ടില്ലായിരുന്നു എന്നാണ്. അത്ഭുതകരമായ ചില മുഅമ്മറുകൾ എന്ന് പറയും, ധാരാളക്കണക്കിന് ആയുസ് ലഭിച്ച ആളുകൾ പഴയ കാലത്ത് ഉണ്ടായിരുന്നു. അതുപോലെ ഖുർആനുമായി അതീവ ബന്ധമുണ്ടായിരുന്ന പലരും ഒരുപാട് വർഷം ജീവിച്ചിട്ടും അവർക്ക് പ്രായാധിക്യത്തിൻ്റെ പ്രശ്നങ്ങളില്ലാതിരുന്നതായി എമ്പാടും സലഫുകളുടെ അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ കലാം ഇത് മുബാറക്കായ ബറക്കത്തുള്ള ഗ്രന്ഥമാണ്. മനസ്സിലായില്ലേ? അറിവ് സഹോദരങ്ങളെ പ്രായമേറിയാൽ നമ്മെ മൂലക്കിരുത്താത്ത കാര്യമാണ് എന്ത് ഇൽമ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? പണം ഒരാളുടെ കയ്യിൽ എത്ര ഉണ്ട് എങ്കിലും ഒരു വയസ്സ് കഴിഞ്ഞാൽ അവൻ വീട്ടിന് മൂലക്കായിരിക്കും. മൂലയില്ലേ? അവൻ്റെ സ്വത്തും കച്ചവടമൊക്കെ ചെറുപ്പക്കാർ നോക്കി നടത്തും. അയാളൊരു ചടങ്ങിന് ചിലപ്പോൾ ആളുകൾ വന്ന് കണ്ടേക്കും. എന്നാൽ ഇൽമിൻ്റെ ആളുകൾ നിങ്ങൾ നോക്കൂ, നിങ്ങൾ പ്രായം ചെന്ന് അവരുടെ സംസാരം പുറത്തേക്ക് കേൾക്കണമെങ്കിൽ കൂടി ബുദ്ധിമുട്ടാണ്. പക്ഷെ അവരുടെ അരികിലേക്ക് നാടുകൾ, രാജ്യങ്ങൾ താണ്ടി ആളുകൾ വരുന്നത് കാണാം. എന്തുകൊണ്ടാണ്? അവരുടെ വാളിൻ്റെ ശൈലിയിൽ ആളുകളെ പിടിച്ചിരുത്തുന്ന വാളിൻ്റെ ശൈലി ആയതുകൊണ്ടല്ല. അങ്ങനെയുള്ള ആളുകളെ കൂരിത്തെരിപ്പിക്കുന്ന, രോമാഞ്ചമണിയിക്കുന്ന പ്രസംഗിക്കാൻ അവർക്ക് അറിയുന്നത് കൊണ്ടല്ല. ഒരേ ഒരു കാര്യമാണ്, അവരുടെ ഹൃദയത്തിൽ അള്ളാഹു നൽകിയിട്ടുള്ള അറിവാണ്. അവരുടെ നാവിലൂടെ വരുന്ന ഖാല അല്ലാഹു വഖാല റസൂലോ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന ആ ഇസ്ലാമിൻ്റെ വിജ്ഞാനമാണ്. അത് നിന്നെ പ്രായമേറിയാലും മൂലക്കിരുത്തുകയില്ല, മറിച്ച് സ്ഥാനം ഉയർത്തിക്കൊണ്ടേയിരിക്കും. അറിവിൻ്റെ ശ്രേഷ്ഠത അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്. അതിൻ്റെ ആ അറിവിൻ്റെ, ഇസ്ലാമിൻ്റെ അറിവിൻ്റെ മുഴുവൻ അടിത്തറ ഏതാണ് സഹോദരങ്ങളെ? ഖുർആനാണ്. ഈ ഖുർആനിൽ വിജ്ഞാനമാണ് ഇക്കണ്ട ഗ്രന്ഥങ്ങളൊക്കെ ഉള്ളത്. ആ ഖുർആനിലില്ലാത്തതൊന്നും ഈ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ഒന്നിലുമില്ല. അതിലൊക്കെ ഉള്ള വിജ്ഞാനം ഒന്നുകിൽ വിശദമായി അല്ലെങ്കിൽ സൂചനയായി. അതിൻ്റെ എല്ലാം അടിസ്ഥാനം എവിടെയുള്ളത്? ഖുർആനിലാണുള്ളത്. ആ ഖുർആനിൻ്റെ ഖിദ്മത്താണ്, അതിനുള്ള സേവനമാണ് ബാക്കി ഏത് ഇസ്ലാമിക വിഷയത്തിലെ ഗ്രന്ഥങ്ങളും. ആഖീദയാകട്ടെ, ഫിഖ് ആകട്ടെ, ഏത് വിഷയമാകട്ടെ, ആദാബാകട്ടെ, അഖ്ലാഖാകട്ടെ, എന്താകട്ടെ, ഈ ഖുർആൻ അതിലാണ് എല്ലാ വിജ്ഞാനവുമുള്ളത്. എത്രയോ പണ്ഡിതന്മാർ, എങ്ങനെയുള്ള പണ്ഡിതന്മാർ? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്, അദ്ദേഹത്തെ പോലെയുള്ള മുഹഖിഖുകളായ, അറിവിൽ ആഴത്തിൽ വേരൂന്നിയ പണ്ഡിതന്മാർ, ചില ആധുനിക പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. 11ഓളം പണ്ഡിതന്മാരുടെ ചരിത്രത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അത് ഈ കാലത്ത് ജീവിച്ചിരിക്കുന്ന ചില ഉലമാക്കൾ പറഞ്ഞത് കാണാം. 11ഓളം മഹാന്മാരായ പണ്ഡിതന്മാർ ഒരേ വാക്ക് അവരുടെ ജീവിതത്തിൻ്റെ അവസാന കാലം പറഞ്ഞത് കാണാം. എന്ത്? ഞാൻ എൻ്റെ ജീവിതത്തിൽ കുറച്ചുകൂടി ഖുർആനുമായി ബന്ധപ്പെട്ട് ആ വിജ്ഞാനത്തിന് മാറ്റിവെച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ. ആരാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്? ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, റുക്നുൽ മഖാമിനും അഥവാ കഅബയുടെ ഹജറുൽ അസ്വദിനും കഅബയുടെ വാതിലിനും ഇടയിൽ എന്നോട് ആരെങ്കിലും സത്യം ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ വേണമെങ്കിൽ ഞാൻ സത്യം ചെയ്ത് പറയും,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന് ശേഷം ഇത്ര വിജ്ഞാനമുള്ളൊരു മനുഷ്യൻ വേറെ ഉണ്ടായിട്ടില്ല ഇബ്നു തൈമിയയെക്കുറിച്ച്. ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളതാണ്. അവിടെ വെച്ച് വേണമെങ്കിൽ ഞാൻ സത്യം ചെയ്ത് പറയാൻ തയ്യാറാണ്. അങ്ങനെ വിജ്ഞാനത്തിന് അറിയപ്പെട്ട പണ്ഡിതന്മാർ പറയുകയാണെന്ത്, ഞാൻ അവസാന കാലത്ത് അവർ പറയുകയാണെന്ത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ കുറച്ചുകൂടി ഖുർആൻ പഠിക്കാൻ, അഥവാ ഖുർആനിൻ്റെ അതിൻ്റെ അർത്ഥതലങ്ങളിൽ ആഴത്തിലിറങ്ങാൻ, അത് ഞാൻ കുറച്ചുകൂടി എൻ്റെ ജീവിതത്തിലെ സമയം മാറ്റിവെച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. ഇതാണ് ഖുർആൻ. അത്ഭുതമാണ് ഖുർആൻ. പണ്ഡിതന്മാർക്ക് അതിലെ വിജ്ഞാനം നുകർന്നാൽ വയറ് നിറയുകയില്ല. അത്ഭുതങ്ങളിൽ അത്ഭുതമാണ് ഈ ഖുർആൻ. അത് ധാരാളമായി പാരായണം ചെയ്യുക, സാധിക്കുന്നത്ര അതിൽ നിന്ന് മനഃപ്പാഠമാക്കാൻ ശ്രമിക്കുക, അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കുക, ഖുർആൻ കൊണ്ട് ചികിത്സിക്കുക. അത് ഖുർആനോടുള്ള നസീഹത്തിൻ്റെ ഭാഗമാണ്, പുണ്യകരമായ നസീഹത്തിൻ്റെ ഭാഗമാണ്. നിർബന്ധമല്ല, പക്ഷേ പുണ്യകരമാണ്. അത് ഖുർആൻ കൊണ്ട് ചികിത്സിക്കാൻ പറഞ്ഞാൽ രോഗം വന്നാൽ നമുക്ക് ഭൗതികമായി അള്ളാഹു മനുഷ്യരെ പഠിപ്പിച്ച വിജ്ഞാനീയങ്ങൾ ഉപയോഗിച്ച് ചികിത്സിക്കാം, ആധുനിക ചികിത്സകൾ. അത് അള്ളാഹു മനുഷ്യരെ പഠിപ്പിച്ച വിജ്ഞാനമാണ്, സംശയമില്ല. മുസ്ലിമീങ്ങളിൽ വിവരമുള്ള ഒരാൾക്കും അതിൽ സംശയമുണ്ടാവുകയില്ല. പക്ഷേ അതോടൊപ്പം അതിനേക്കാൾ വലുതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും അത് കയ്യിൽ ഊതുകയും ശരീരത്തിൽ തടവുകയും ഒക്കെ ചെയ്യുക. അത് ഖുർആൻ കൊണ്ടുള്ള ഇസ്തിശ്ഫാ, ഖുർആൻ കൊണ്ട് ഷിഫാ തേടുക എന്നത് പുണ്യകരമായ ഖുർആനോടുള്ള നസീഹത്തിൻ്റെ പുണ്യകരമായ കൂറുപാലിക്കലിൻ്റെ ഭാഗമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. നോക്കൂ, മൂന്നാമത്തെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പോലെ റസൂലിഹി, അള്ളാഹുവിൻ്റെ റസൂലിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയോടുള്ള നസീഹത്താണ്. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നീ കൂറുപാലിച്ചിരിക്കണം. ലോകരുടെ മുഴുവൻ നേതാവ് റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ ഇതുപോലൊരു സൃഷ്ടി അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ഒരു പടപ്പിനെ അതിനു മുൻപോ അതിനുശേഷമോ റബ്ബ് പടച്ചിട്ടില്ല. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ഒരു മകനെ ഒരു ഉമ്മയും പ്രസവിച്ചിട്ടില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ഒരു പടപ്പിനെ കാണുക നിനക്ക് സാധ്യമല്ല. ആ നബിയിൽ നീ വിശ്വസിച്ചിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും സത്യമാണ്. നബിയുടെ കൽപ്പനകൾ പാലിക്കേണ്ട കൽപ്പനകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിലക്കുകൾ, നബി വിലക്കിയ കാര്യങ്ങൾ അത് വെടിയേണ്ട കാര്യങ്ങളാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ പഠിപ്പിച്ചത്, അങ്ങനെയാണ് നീ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യേണ്ടത്. അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതമുൻ നബിയീൻ, അന്ത്യദൂതനാണ്. നബിക്ക് ശേഷം ഒരു നബിയോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഒരു നബിയോ ഒരു റസൂലോ ഇല്ല. അവിടുത്തേക്ക് ശേഷം ആരൊക്കെ നുബുവത്ത് വാദിച്ചു വന്നിട്ടുണ്ടോ അവരെല്ലാം ദജ്ജാലുകളും കദ്ദാബുകളുമാണ്. ആ മുഴുവൻ പ്രവാചകത്വവാദങ്ങളും ബാത്തിലാണ് എന്നും വ്യാജമാണ് എന്നും വിശ്വസിക്കുക നിർബന്ധമാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നീ സ്നേഹിച്ചിരിക്കണം. നിൻ്റെ മക്കളെക്കാൾ, മാതാപിതാക്കളെക്കാൾ, നിന്നെക്കാൾ, സ്വശരീരത്തെക്കാൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിരിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിരിക്കണം. നബിയുടെ മഖാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനം, അവിടുത്തെ വ്യക്തിത്വം, അത് ഒരിക്കലും അത് മോശമാക്കപ്പെടുന്ന ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മോശമാക്കപ്പെടുന്നത് നിനക്ക് സഹിക്കാൻ സാധിക്കാൻ പാടില്ല. മനസ്സിലായില്ല? നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, നമ്മുടെ ഉമ്മയെ, നമ്മുടെ ഉപ്പയെ ആരെങ്കിലും ഒരു തെറി വിളിച്ചാൽ, ഒരു വൃത്തികെട്ട വാക്ക് പറഞ്ഞാൽ എന്തായിരിക്കും അവനോട് നമ്മുടെ മനസ്സിൽ തോന്നുന്ന വികാരം? അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ നമുക്ക് തോന്നുമോ? അവൻ്റെ ശബ്ദം കേൾക്കുന്നത് നമുക്ക് തൃപ്തിയുള്ള കാര്യമാകുമോ? യഥാർത്ഥത്തിൽ നമ്മുടെ ഉമ്മയെക്കാളും നമ്മുടെ ഉപ്പയെക്കാളും നമുക്ക് വലുതാരാണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. എങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് തെറി പറയുന്ന, നബിയെക്കുറിച്ച് വൃത്തികേടുകൾ ശാപിക്കപ്പെട്ട നാവുകൾ കൊണ്ട് പുലമ്പുന്ന അങ്ങനെയുള്ള ആളുകളുടെ മുഖത്തേക്ക് നോക്കാൻ, അവൻ്റെ ആ വൃത്തികെട്ട മുഖം കാണാൻ എങ്ങനെയാണ് നമുക്ക് തൃപ്തി ഉണ്ടാകാൻ സാധിക്കുക? നിരീശ്വരവാദികൾ, മതനിഷേധികൾ അവരുടെ വെള്ളവും വളവും അവൻ്റെ ആഹാരവും പാനീയവും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത വിളിക്കുക എന്നതാണ്. കാരണം അവന് ദുനിയാവിൽ അതിൻ്റെ പേരിൽ പലതും ലഭിക്കുന്നുണ്ട്. അവനെ കാത്തിരിക്കുന്നത് അള്ളാഹുവിൻ്റെ ശാപകോപങ്ങളും പരലോകത്തെ തീരാത്ത അപമാനവുമാണ്. അങ്ങനെയുള്ള പലരുണ്ടല്ലോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ. അങ്ങനെയുള്ള ആളുകളുടെ അവൻ്റെ വാക്കോ അവൻ്റെ എന്തെങ്കിലും സംസാരമോ വന്നാൽ എങ്ങനെയാണ് സഹോദര മുസ്ലിമെ നിനക്കത്
തുറന്നു നോക്കാൻ സാധിക്കുന്നത്? എൻ്റെ ഉമ്മാനുപ്പാനെ ചീത്ത വിളിക്കാൻ ഒരുത്തൻ എന്ന് കണ്ടാൽ നിനക്ക് തുറന്നു നോക്കാൻ സാധിക്കൂ? ഇല്ല. അവനേക്കാൾ അള്ളാഹുവിങ്കൽ നിന്ദനായ മറ്റാരുമില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, നബിയുടെ വ്യക്തിത്വത്തെ ഇടിച്ചു താഴ്ത്തുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കുക എന്നത് പ്രിയ സഹോദരങ്ങളെ മനസ്സിലാക്കുക, നബിയിൽ അവിശ്വസിക്കാതിരിക്കുക എന്നതിൻ്റെ അപ്പുറത്തുള്ള കാര്യമാണ്. നബിയിൽ വിശ്വസിക്കാതിരിക്കുക എന്നതിൻ്റെ അപ്പുറത്തുള്ള കാര്യമാണ്. ശ്രദ്ധിക്കുക ഇക്കാര്യം. അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് വിശ്വസിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്, കാഫിറുകളും മുശ്രിക്കുകളുമായ ആളുകളുണ്ട്. പക്ഷെ അവരെല്ലാവരും നബിയെ പരിഹസിക്കാറുണ്ടോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെ മോശമാക്കുന്ന, നബിയെ ചീത്ത പറയാറുണ്ടോ? ഇല്ല. എന്ന് മാത്രമല്ല, അവരിൽ പലരും നബിയെക്കുറിച്ച് നല്ലത് പറയാറുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കാത്ത പലരും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് നല്ല വാക്ക് പറയാറുണ്ട്. അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് അപമാനിക്കാറില്ല. അവനവൻ്റെ മാന്യത പാലിച്ചിരിക്കുന്നു. അവൻ്റെ കുഫറിനേക്കാൾ എത്രയോ വലിയ കുഫറാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത വിളിക്കുന്നവൻ്റെ കുഫർ. കാര്യം നിസ്സാരമല്ല, രണ്ടും ഒരുപോലെയല്ല. അങ്ങനെ ആരും വിചാരിക്കരുത്. മനസ്സിലായില്ലേ? സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാത്ത ആളുകളുണ്ട്. അവരോടുള്ള ഇസ്ലാമിൻ്റെ സമീപനമാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത വിളിക്കുന്നവരോടുള്ള സമീപനം? രണ്ടും രണ്ടാണ്. കാരണം നബിയെ ചീത്ത വിളിക്കുക എന്നത് കുഫറും അതിനപ്പുറത്തുള്ള കുഫറുമാണ്. മനസ്സിലായില്ലേ? ഒരു ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെ ആരെങ്കിലും ചീത്ത വിളിച്ചാൽ, നബിയെ ആരെങ്കിലും തെറി പറഞ്ഞാൽ, അവനോട് ഒരേ ഒരു നിലപാടേ ഉള്ളൂ, ഒരൊറ്റ നിലപാട്, വധശിക്ഷ എന്നത് മാത്രം. മനസ്സിലായില്ലേ? ഒരു ഇസ്ലാമിക ഭരണകൂടത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. എന്നാൽ മുസ്ലിമീങ്ങൾ, അവർക്ക് ഭരണമില്ലാത്ത അല്ലെങ്കിൽ അവർ ന്യൂനപക്ഷമായ നാടുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരുവൻ ചീത്ത വിളിച്ചാൽ മുസ്ലിമീങ്ങൾ അവന് ശിക്ഷ നടപ്പിലാക്കാൻ ഇറങ്ങിയാൽ അത് കൂടുതൽ പ്രശ്നങ്ങൾക്കാണ് വഴിവെക്കുക. മനസ്സിലായില്ലേ? കുറേ ആളുകൾ നബിയെ ചീത്ത വിളിക്കാൻ കാരണമാവുക, മുസ്ലിമീങ്ങൾക്ക് അത് ദ്രോഹകരമായി മാറുക. നബിയെ ചീത്ത വിളിക്കുക എന്നത് മുദ്രാവാക്യവും തങ്ങളുടെ അടയാളവുമായ ആളുകൾ കൊണ്ട് നടക്കുക എന്ന സ്ഥിതിയാണ് ഉണ്ടാവുക. അത് കൂടുതൽ അപകടമാണ് ചെയ്യുക. അതുകൊണ്ട് അങ്ങനെയുള്ള നാടുകളിൽ മുസ്ലിമീങ്ങൾ അങ്ങനെയുള്ള അവിവേകം ചെയ്യാൻ പാടില്ല, അതിന് മുതിരരുത്. അതെന്തുകൊണ്ടാണ്? അത് അവനെ ബഹുമാനിച്ചിട്ടല്ല, ആ ചീത്ത പറഞ്ഞ ശപിക്കപ്പെട്ടവനെ ബഹുമാനിച്ചിട്ടോ അല്ലെങ്കിൽ അവൻ അതിന് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്ന് വിശ്വസിച്ചിട്ടോ അല്ല. അങ്ങനെയാണ് ധരിച്ചു പോരുത്. അങ്ങനെയുണ്ട് വേറൊരു വിഭാഗം. ഇങ്ങനെ എന്തെങ്കിലും കണ്ടാൽ അവൻ വിചാരിക്കും അവനോട് ബഹുമാനിച്ചിട്ടാണ് എന്ന്. മുമ്പൊരു വൃത്തികെട്ട ഒരുവൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത വിളിച്ചപ്പോൾ ചില വിവരദോഷികൾ, ചില അവിവേകികൾ അയാളെ ഉപദ്രവിക്കാൻ ചെന്നു. അവർ ചെയ്ത അവിവേകമാണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. മുസ്ലിമീങ്ങൾക്ക് അതുകൊണ്ട് ദ്രോഹമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഇപ്പുറത്ത് വേറെ ചില വിവരദോഷികൾ ചെന്നെന്തിനാണെന്നറിയോ? ഓന് രക്തദാനം ചെയ്യാൻ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. കൂട്ടരെ, നിങ്ങളുടെ ബുദ്ധി എവിടെ പോയി? നിങ്ങളുടെ വിവരം എവിടെ പോയി? നിങ്ങളുടെ ഈമാൻ എവിടെ പോയി? ആരെ സഹായിക്കാനാണ് ഈ പോയത്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പച്ചത്തെറി വിളിച്ചവനെയോ? അതാണ് ഓർക്കേണ്ടത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെ ചീത്ത വിളിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല കാര്യം. ഇസ്ലാമിക ചരിത്രത്തിൽ അങ്ങനെയുള്ളവർക്ക് ലഭിച്ചിട്ട് ശിക്ഷ, ഈ ലോകത്തും പരലോകത്തും ലഭിച്ച ശിക്ഷ നിസ്സാരമല്ല. അബൂലഹബിൻ്റെ കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ? അബൂലഹബ് എങ്ങനെയാണ് അവൻ ചത്തൊടുങ്ങിയത്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ പിതൃ സഹോദരനായിട്ട് കൂടി അള്ളാഹു റബ്ബുൽ ആലമീൻ അവനെ ശപിച്ചുകൊണ്ട് അന്ത്യനാൾ വരെ മുസ്ലിമീങ്ങൾക്ക് ഓതാനുള്ള ആയത്തിറക്കി, സൂറത്തിറക്കി. നോക്കൂ, അവൻ ആളുകളെല്ലാം അകന്നു പോകുന്ന ഒരാളും മരിച്ചാൽ പോലും അടുക്കാത്ത അങ്ങനെയുള്ള ശരീരത്തിൽ ഒരു പ്രത്യേകതരം രോഗം ബാധിച്ചിട്ടാണ് ചത്തൊടുങ്ങിയത്. മനസ്സിലായില്ലേ? ആളുകൾ, അവൻ്റെ മക്കളോ മറ്റോ തിരിഞ്ഞു നോക്കിയില്ല. ഒടുവിൽ ആളുകൾ മോശം പറയുമെന്ന് പേടിച്ചിട്ട് ദൂരെ നിന്ന് അവനെ തള്ളിക്കുഴിയിലേക്കിട്ട് അല്ലെങ്കിൽ അവൻ്റെ മേലെ മണ്ണിട്ട് അങ്ങനെ മൂടുകയാണ് ചെയ്തിട്ടുള്ളത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു നസ്രാനി ഉണ്ടായിരുന്നു. അയാൾ ഇസ്ലാമിലേക്ക് വന്നു. എന്നിട്ട് ഖുർആൻ എഴുതുകയൊക്കെ ചെയ്തു, വഹി എഴുതുന്ന ജോലിയൊക്കെ ചെയ്തു. എന്നിട്ട് അയാൾ പിന്നെയും കുഫറിലേക്ക് തന്നെ, നസ്രാനിയത്തിലേക്ക് തന്നെ തിരിച്ചുപോയി. എന്നിട്ട് മാത്രമല്ല സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത വിളിക്കാൻ തുടങ്ങി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഞാൻ പറയുന്നതാണ് മുഹമ്മദ് എഴുതാറുള്ളത് എന്നൊക്കെ പറഞ്ഞ് നബിയുടെ വ്യക്തിത്വത്തെ മോശമാക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ
അയാൾ മരിച്ചു. അയാൾ ആളുകൾ കുഴിച്ചു മൂടി, കബറടക്കി. പിറ്റേന്നതാ അവൻ്റെ ശരീരം പുറത്തു കിടക്കുന്നു, ഖബറിൻ്റെ പുറത്ത് കിടക്കുന്നു. ആളുകൾ, നസ്രാനികൾ പറഞ്ഞു ഇത് മുഹമ്മദും ആളുകളും ചെയ്തതാണ്. അങ്ങനെ അവർ രണ്ടാമതൊരു കുഴി, അതിനേക്കാൾ വലിയ കുഴി കുഴിച്ചു. അതിലവനെ മറവ് ചെയ്തു. പിറ്റേന്നതാ വീണ്ടും ശരീരം പുറത്ത്. അവർ പറഞ്ഞു ഇത് മുഹമ്മദും ആളുകൾ ചെയ്തതാണ്, അവരുടെ ദീൻ വിട്ടു വന്ന ദേശത്തിന് ചെയ്തതാണ്. മൂന്നാമത്തെ തവണ അവർ കുഴി കുഴിച്ചു. എങ്ങനത്തെ കുഴി കുഴിച്ചു? മസ്തതാഉ, സാധിക്കുന്നത്ര കുഴിച്ചു. അത്രയും ആഴത്തിൽ കുഴിച്ചു. അവനെ കുഴിച്ചിട്ടു. പിറ്റേന്നത് വീണ്ടും പുറത്ത്. അവർക്ക് മനസ്സിലായി ഇത് ആളുകൾ മനുഷ്യർ ചെയ്യുന്ന പണിയല്ല. അങ്ങനെ അവൻ്റെ ശരീരം അവിടെ പുറത്ത് കിടന്ന് ചീഞ്ഞ് നശിക്കുകയാണ് ഉണ്ടായത്. എന്താണ് അവൻ ചെയ്തത്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത പറയുകയാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത പറയുക എന്നത് സഹോദരങ്ങളെ നിസ്സാരമായ കാര്യമല്ല. ഞാൻ പറഞ്ഞില്ലേ, പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. എന്ത് അവനുള്ള വധശിക്ഷ എന്തുകൊണ്ട് നടപ്പിലാക്കുന്നു? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ചീത്ത വിളിച്ച പലർക്കും മാപ്പ് നൽകിയിട്ടുണ്ടല്ലോ. അപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു അത് നബിയുടെ ഹക്കാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിപരമായ ഹക്കാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണമെങ്കിൽ ജീവിതകാലത്ത് നബിയെ ചീത്ത പറഞ്ഞവന് മാപ്പ് കൊടുക്കാം. നബിയുടെ കാലശേഷം നമുക്കതിന് വകുപ്പില്ല. അവന് വധശിക്ഷ എന്നതല്ലാതെ അതിൽ കുറഞ്ഞ് യാതൊരു പരിപാടിയില്ല. ഇതാണ് ഇസ്ലാമിക ഭരണകൂടത്തിൽ, ഞാൻ ഊന്നി പറയട്ടെ, ഒരു ഇസ്ലാമിക ഭരണകൂടത്തിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിമാനത്തെ തൊട്ട് കളിച്ചാൽ അവനോടുള്ള നിലപാടിനാണ്. ഇതൊരു മുസ്ലിം അറിയണം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹക്ക് നിൻ്റെ മനസ്സിലുണ്ടായിരിക്കണം. ആ പേര് കേൾക്കുമ്പോൾ നിൻ്റെ മനസ്സിലുണ്ടാകേണ്ട വികാരം എന്താണ്? ലോക മുസ്ലിമീങ്ങളുടെ മനസ്സിലുള്ള വികാരം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ എനിക്ക് ശേഷം ചില ആളുകൾ വരും, അവർ അവരുടെ സമ്പത്തും സന്താനങ്ങളും മുഴുവൻ കൊടുത്തിട്ടായാലും എന്നെ കാണാൻ ആഗ്രഹിക്കും. നബിയെ ഒരു നോക്ക് കാണുക, അതിന് നിൻ്റെ സമ്പത്തും സന്താനങ്ങളും പകരം കൊടുത്താൽ പോലും അത് നിസ്സാരമാണ്. അതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങനെയാണ് സഹാബത്ത് സ്നേഹിച്ചത്, അങ്ങനെയാണ് സഹാബത്ത് ബഹുമാനിച്ചത്. ഖുറൈശികൾ, മുശ്രിക്കുകൾ പറഞ്ഞിട്ടുണ്ട്, ഒരു നേതാവിനെയും അനുയായികൾ ഇങ്ങനെ ബഹുമാനിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. മനസ്സിലായില്ലേ? ആ ബഹുമാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉണ്ടായിരിക്കണം. ആ ബഹുമാനമുള്ളവരാണ് മുസ്ലിമീങ്ങൾ. ആ ബഹുമാനത്തിൻ്റെ ഭാഗമാണ് നബിയെ അമിതമായി പ്രശംസിക്കാതിരിക്കുക എന്നതും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിടത്തേക്ക് നബിക്ക് അള്ളാഹു നൽകിയ സ്ഥാനമേതോ ആ സ്ഥാനം വകവച്ച് നൽകുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക എന്നത്. നോക്കൂ, അടുത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പോലെ അഇമ്മത്തുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിലെ അഇമ്മത്തിനോടുള്ള നസീഹത്ത് എന്നാണ്. അഇമ്മത്ത് എന്ന് പറഞ്ഞാൽ അതിൽ ആദ്യം ഉദ്ദേശിക്കപ്പെടുക മുസ്ലിമീങ്ങളിലെ ഭരണാധികാരികളാണ്. ഇമാം എന്നതിൻ്റെ ബഹുവചനമാണ് അഇമ്മ എന്ന വാക്ക്. ഇമാം എന്നതിൻ്റെ ബഹുവചനമാണ് അഇമ്മ. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ പൊതുവായി മുസ്ലിമീങ്ങളുടെ ഇമാം എന്ന് വന്നാൽ ഉദ്ദേശിക്കുക ആരെയാണ്? ഭരണാധികാരികളെ. പണ്ഡിതന്മാർ ഉലാത്തുൽ അമർ, വലിയുൽ അമർ എന്ന് പറയുന്ന വകുപ്പിൽ അള്ളാഹു ഖുർആനിൽ പറഞ്ഞല്ലോ, നിങ്ങൾ മുഅ്മിനീങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും നിങ്ങളിലെ ഉലുൽ അമറിനെയും അനുസരിക്കുക. ഉലാത്തുൽ ഉമൂർ എന്ന് പറഞ്ഞതിൽ പണ്ഡിതന്മാരും അതുപോലെ ഭരണാധികാരികളും ഉൾപ്പെടും. അതിലാദ്യം ഉൾപ്പെടുക ഭരണാധികാരികളാണ്. എന്തുകൊണ്ട്? കാരണം പഴയ കാലത്ത് ഇത് രണ്ടും ഒന്ന് തന്നെയായിരുന്നു. സഹാബത്തിൻ്റെ കാലത്ത് ആരാണ് മുസ്ലിമീങ്ങളുടെ ഇമാം? അബൂബക്കർ സിദ്ദീഖാണ് റളിയല്ലാഹു അൻഹു. പിന്നെ ഉമറും ഉസ്മാനും അലിയും അതുപോലെ മുആവിയയും റളിയല്ലാഹു അൻഹും അജ്മഈൻ. സഹാബത്തിൻ്റെ കാലത്തെ മുസ്ലിമീങ്ങളുടെ ഭരണാധികാരികൾ ആരോ അവർ പണ്ഡിതന്മാരും കൂടിയാണ്. അവർ കേവലം ഭരണാധികാരികൾ മാത്രമല്ല. അതേസമയം പിൽക്കാലത്ത് പണ്ഡിതന്മാരല്ലാത്തവരും ഭരണാധികാരികളായി വന്നു. അപ്പോൾ നോക്കൂ, ഇത് രണ്ടും വേർതിരിച്ച്, അതുകൊണ്ട് പിന്നീടുള്ള വിശദീകരണങ്ങൾ നമുക്കിത് രണ്ടും വേർതിരിച്ച് കാണാം. പണ്ഡിതന്മാരും അതുപോലെ ഭരണാധികാരികളും. മുസ്ലിമീങ്ങളിലെ അയിമ്മത്ത് എന്ന് പറയുമ്പോൾ ചുരുക്കി പറഞ്ഞ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മുസ്ലിമീങ്ങളുടെ ഭരണാധികാരികളാണ്, മുസ്ലിം ഭരണാധികാരികളാണ്. അവരോട് അള്ളാഹുവും റസൂലും പഠിപ്പിച്ച ബാധ്യതകൾ ഏതോ ആ ബാധ്യത പുലർത്താൻ മുസ്ലിം ഉമ്മത്ത് ബാധ്യസ്ഥനാണ്. ഇതാർക്കു വേണ്ടിയാണ് പ്രിയ സഹോദരങ്ങളെ? ചില ആളുകൾ വിചാരിച്ചിട്ടുള്ളത് ഈ നിയമങ്ങൾ
പറയുമ്പോൾ അത് ഭരണാധികാരികൾക്ക് സന്തോഷമേകാൻ അല്ലെങ്കിൽ അവരുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള നിയമങ്ങളാണ് എന്നാണ്. അല്ല, യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ ഈ നിയമങ്ങൾ ആരുടെ നന്മക്കുള്ളതാണ്? ജനങ്ങളുടെ നന്മക്കുള്ളതാണ്. കാരണം ഇസ്ലാമിലൊരു പൊതു തത്വമുണ്ട്, ശരിക്കും മനസ്സിലാക്കുക. ഇസ്ലാമിലൊരു പൊതു തത്വമാണ് ഒരു വ്യക്തിയുടെ മസ്ലഹത്തും. ഒരു വ്യക്തിയുടെ ഈ നിയമങ്ങൾക്ക് ജീവിതത്തിൻ്റെ ഒരുപാട് മേഖലകളിൽ ഉപയോഗപ്പെടും. ജീവിതത്തിൻ്റെ ഒരുപാട് മേഖലകളിൽ ഉപയോഗപ്പെടുന്ന ഇസ്ലാമിലൊരു നിയമമാണ്. ഒരു വ്യക്തിയുടെ മസ്ലഹത്ത്, ഒരു വ്യക്തിയുടെ താല്പര്യവും അയാൾക്ക് പ്രയോജനപ്രദമായ കാര്യവും ഒരു കൂട്ടം ആളുകളുടെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ താല്പര്യവും അവർക്ക് പ്രയോജനപ്രദമായ കാര്യവും പരസ്പരം എതിരായാൽ ഇസ്ലാം മുൻതൂക്കം കൊടുക്കുക ആരുടെ താല്പര്യത്തിനാണ്? ആർക്ക് പ്രയോജനമുള്ള കാര്യത്തിനാണ്? പൊതുജനങ്ങളുടെ, കൂടുതൽ ആളുകളുടെ അവർക്ക് പ്രയോജനപ്രദമായ കാര്യമാണ്. നിങ്ങൾ നോക്കൂ, കട്ടവൻ്റെ കൈവെട്ടുക എന്നത് അവനെ സംബന്ധിച്ചിടത്തോളം, അയാളെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമാണ്, മോശമായ കാര്യമാണ്? ആർക്കാണ് സംശയം? അവൻ്റെ കൈ അങ്ങ് പോവുകയാണ്. പക്ഷേ അത് ആർക്ക് ഗുണകരമാണ്? സമൂഹത്തിന് ഗുണകരമാണ്. കൊലപാതകിക്ക് വധശിക്ഷ നടപ്പിലാക്കിയെന്നത് അവനെ സംബന്ധിച്ചിടത്തോളം അത് മോശമാണ്. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനാണ് അവരുടെ മസ്ലഹത്തുള്ളത്, ഖൈർ അതിനാണുള്ളത്. ഏത് ചെറുതും വലുതുമായ കാര്യത്തിൽ നിങ്ങൾക്കിത് ഉപയോഗപ്പെടും. എങ്കിൽ നോക്കൂ, ഭരണാധികാരിക്കെതിരിൽ തിരിയരുത്, അവരോട് ഇന്ന ബാധ്യതകൾ ഉണ്ട് എന്ന് ഈ ദീൻ പഠിപ്പിച്ചത് ആദ്യം അത് പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ്. അവരുടെ മസ്ലഹത്ത്, അവരുടെ നന്മ അതിലാണുള്ളത്. ഭരണാധികാരിയുടെ നന്മയേക്കാൾ അവരുടെ നന്മ, ആ പൊതുജനങ്ങളുടെ നന്മ അതിലാണുള്ളത്. നോക്കൂ, മുസ്ലിം ഭരണാധികാരികളോട് ജനങ്ങളെ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. അവരെ നിങ്ങൾ ചീത്ത പറയരുത്, അവരെ നിങ്ങൾ ശപിക്കരുത്, അവരെക്കുറിച്ച് വെറുപ്പുണ്ടാക്കുന്ന വാക്കുകൾ ആളുകളോട് പറഞ്ഞു നടക്കരുത്, അവർക്കെതിരിൽ കലാപത്തിനിറങ്ങുകയോ കലാപങ്ങൾക്ക് പ്രേരണ നൽകുകയോ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് പലപ്പോഴും ദഹിക്കുകയില്ല. അങ്ങനെ പറയുന്ന പണ്ഡിതന്മാർ ആളുകൾ വിളിക്കുന്നത് ഉലമാ സലാത്തീൻ. ഇത് സുൽത്താൻ്റെ കൊട്ടാര പണ്ഡിതന്മാരാണ്, ഇത് ഡോളറിൻ്റെ പണ്ഡിതന്മാരാണ്, ഇത് മദ്ഹരികളെന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രത്യേക വിഭാഗമാണ് എന്നൊക്കെ ആളുകൾ പറയും. എന്തുകൊണ്ടാണിത്? അവർക്കൊരുപാട് സ്വീകാര്യതയും ജനങ്ങൾക്കിടയിൽ കിട്ടും. കാരണം ജനങ്ങളുടെ പൊതു സ്വഭാവം എന്ന് പറയുന്നത്, എപ്പോഴും ആളുകളുടെ പൊതു സ്വഭാവങ്ങൾ നോക്കിക്കോളൂ. ഭരണത്തിൽ ആരാണോ അവർക്കെതിരിൽ ഒരു ചിന്താഗതി എപ്പോഴും ആളുകളുടെ മനസ്സിലുണ്ടാവും. അത് ഏത് കാലത്തും അങ്ങനെ തന്നെയാണ്. അത് ജനങ്ങളുടെ സ്വഭാവമാണത്, ആളുകളുടെ സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കൂ, ഇത്തരക്കാർക്ക് എപ്പോഴും പിന്തുണ വളരെ കൂടുതലായിരിക്കും. ഭരണാധികാരിക്കെതിരെ സംസാരിക്കുന്ന ആളുകൾ പറയും, കണ്ടോ അയാൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ ആരെയും പേടിക്കുന്നില്ല, അല്ല ധീരനാണ്, അയാൾക്ക് ഭരണാധികാരികളുടെ ഡോളറുകൾ ആവശ്യമില്ല, അയാൾ ധീരനായ അള്ളാഹ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് അല്ലേ. എന്നിട്ട് പറയും, ചില പണ്ഡിതന്മാരുടെ കൗലുദ്ധരിക്കും, ഇവിടെയുള്ള പണ്ഡിതന്മാരൊക്കെ എവിടെ? ഇപ്പം പറയും, പണ്ഡിതന്മാരൊക്കെ ഒന്നുകിൽ ഖബറിനടിയിലാണ് അല്ലെങ്കിൽ ജയിലിനകത്താണ്. ഈ കൗലുദ്ധരിക്കും. സഹോദരങ്ങൾ, അത് ഖുർആനിലെ ആയത്താണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണോ പണ്ഡിതന്മാരൊക്കെ ഖബറിനകത്തും ജയിലിനകത്തുമാണ്? അല്ല. അത് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞ വാക്കാണത്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും, ശരിയാണ്. പക്ഷെ എല്ലാ കാലത്തും അങ്ങനെ ആയിരിക്കുമോ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഉലമാക്കളൊക്കെ ജയിലിനും ഖബറിനുള്ളിലായിരുന്നോ? സഹാബത്തിൻ്റെ കാലത്ത് അബൂബക്കറിൻ്റെ, ഉമറിൻ്റെ, ഉസ്മാൻ്റെ, അലിയുടെയും മുആവിയയുടെയും റളിയല്ലാഹു അൻഹും അജ്മഈൻ, അവരുടെ കാലത്ത് പണ്ഡിതന്മാർക്ക് ജയിലിലും ഖബറിനടിയിലുമായിരുന്നോ? അല്ല. ഇമാം മാലിക്, ഇമാം അഹ്മദ്, ഇമാം ഷാഫിഈ, ഇമാം അബൂ ഹനീഫ, ഇവരൊക്കെ മരിക്കുന്നവരെ ജയിലിലായിരുന്നോ? അല്ല. അവർക്കൊക്കെ പീഡനങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അവരൊക്കെ ഭരണാധികാരികളാൽ ആദരിക്കപ്പെട്ടിട്ടുമുണ്ട്, ബഹുമാനിക്കപ്പെട്ടിട്ടുമുണ്ട്. ഒരു സംശയവുമില്ല, അവരൊക്കെ ഖൈറിൻ്റെ ആളുകളായിരുന്നു. അപ്പം അതെല്ലാ കാലത്തും അങ്ങനെയല്ല. ഇത് ജനങ്ങൾക്ക് പൊതുവേ ജനങ്ങളുടെ സ്വഭാവം ഇതാണ്. ആളുകളുടെ വിവരമില്ലായ്മയും അതുപോലെ അവരുടെ ഭൗതിക താല്പര്യവുമാണ് ഇതിലേക്ക് നയിക്കുന്നത്. കാരണം ജനങ്ങൾക്കെപ്പോൾ അവരുടെ ദുനിയാവിനെ തൊട്ടുകളിക്കുക എന്നുള്ളത് ഭയങ്കര പ്രയാസമായിരിക്കും. ഭരണാധികാരികൾക്ക് ഇതിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാളോട് ഒരു പണ്ഡിതൻ ചോദിച്ചു, എന്താണ് അയാൾ നിന്നെ ചെയ്തത്? എന്നോട് നിസ്കരിക്കണ്ടെന്ന് പറഞ്ഞോ? ഇല്ല പറഞ്ഞിട്ടില്ല. നോമ്പ് നോക്കണ്ടെന്ന് പറഞ്ഞോ? ഇല്ല പറഞ്ഞിട്ടില്ല. സകാത്ത് കൊടുക്കണ്ടെന്ന് പറഞ്ഞോ? ഇല്ല. നിൻ്റെ ദീൻ എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാക്കിയോ? ഇല്ല. അപ്പം പിന്നെ നിൻ്റെ പ്രശ്നം ദുനിയാവാണ്. ദുനിയാവിൽ എന്തൊക്കെയോ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ആളുകൾ എപ്പോഴും അവരുടെ ദുനിയാവിനെ തൊട്ട് നോക്കുക. അപ്പോൾ ആളുകൾ ചൂടാവും. എന്നാൽ ജനങ്ങളുടെ ദീന് ആളുകൾ ആക്കുന്നത് കണ്ടാൽ പലർക്കും ഒരു ചൂടുണ്ടാവില്ല. ദുനിയാവ് തൊട്ടാ ഒരാൾ നോക്കൂ, ദീനിൻ്റെ എന്തെങ്കിലും തർക്ക വിഷയം വന്നാൽ ആളുകൾ പറയും, എന്തിനാണ് വെറുതെ,
അതിലൊക്കെ ഇങ്ങനെ സംസാരിക്കണം. എന്ത് ഷിർക്ക് 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ബിദ്അത്ത് 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതേ ആൾ അവൻ്റെ കച്ചവടത്തിലോ അവന് കിട്ടുന്ന ലാഭവിധത്തിലോ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഒരാൾ പറഞ്ഞോട്ടെ, അവൻ്റെ ഉള്ളിലെ സിംഹം ഉണർന്നെണീറ്റ് ഗർജിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നോക്ക്, ഇത് സൗമ്യതയോ അല്ലെങ്കിൽ ഹൈക്മത്തോ ഒന്നുമല്ല. അതൊക്കെ അവനവൻ്റെ തിന്നാനും കുടിക്കാനും മുടങ്ങിയാൽ അപ്പോൾ കാണാം ആളുകളുടെ സ്വഭാവം പുറത്തു വന്ന്. ഇതാണ് പലരുടെയും രീതി. ഇത് ശരിയല്ല സഹോദരൻ. നേരെ തിരിച്ചാണ് ആവേണ്ടത്. നേരെ തിരിച്ചാണ് യഥാർത്ഥത്തിൽ നീ ആകേണ്ടത്. ദീനിൻ്റെ കാര്യത്തിൽ നിനക്ക് പൊള്ളേണ്ട സന്ദർഭങ്ങളിൽ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നബിയുടെ മാതൃക എന്താണ്? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ നിങ്ങൾ കേട്ടിട്ടില്ലേ? അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും നബി അവിടുത്തെ കൈകൊണ്ട് ഒരാളെയും അടിച്ചിട്ടില്ല. ഒരു സ്ത്രീയെയോ ഒരടിമയോ ഒരാളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിച്ചിട്ടില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള യുദ്ധത്തിലൊഴികെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും സ്വന്തത്തിനു വേണ്ടി പ്രതികാരം ചെയ്തിട്ടില്ല. ഇല്ല അൻ തുൻതഹക ഹുർമാത്തുല്ലാഹ്, അള്ളാഹു പവിത്രമാക്കിയ കാര്യങ്ങൾ അത് പിച്ച് ചിന്തപ്പെട്ടാൽ ഒഴികെ. ഫയൻതഖിമു ലില്ലാഹ്, അപ്പോൾ അള്ളാഹുവിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിക്രിയ നടപടി സ്വീകരിക്കും. റബ്ബിന് വേണ്ടി പ്രതികാരം ചെയ്യും. അള്ളാഹിൻ്റെ നിയമം ലംഘിക്കപ്പെട്ടാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഖ്സിന് വേണ്ടി, വ്യക്തിത്വത്തിന് വേണ്ടി നബി വ്യക്തിപരമായി ദ്രോഹിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊതുരീതി എന്താണ്? പൊതുവെയുള്ള രീതി എന്താണ്? വിട്ടുകൊടുക്കൽ, മാപ്പ് കൊടുക്കലുമാണ്. എന്നാൽ ആളുകൾ പലപ്പോഴും ഇന്ന് നേരെ തിരിച്ചാണ്. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, മുസ്ലിം ഭരണാധികാരികളോട് അള്ളാഹുവും റസൂലും അവർക്ക് നൽകിയ ബാധ്യത, അവർക്ക് നൽകിയ അവകാശം വകവെച്ചു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതിലൊന്ന് അവരെ അനുസരിക്കുക എന്നതാണ്. അള്ളാഹു കൽപ്പിക്കാത്ത, അള്ളാഹു ഹറാമാക്കിയ കാര്യത്തിലൊഴികെ അതിൽ അനുസരിക്കാൻ പാടില്ല. ലാ തഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്, സൃഷ്ടാവായ റബ്ബിനെ ധിക്കരിക്കുന്ന കാര്യത്തിൽ ഒരു പടപ്പിനെയും അനുസരിക്കാൻ പാടില്ല. പക്ഷെ ഒരു ഹറാം അവർ കൽപ്പിച്ചു എന്നതുകൊണ്ട് ഇനി ഒരു കാര്യത്തിലും അവരനുസരിക്കാൻ പാടില്ല എന്നല്ല. അങ്ങനെ ചിലർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഭരണാധികാരി ഒരു ഹറാമ് അയാളുടെ കൽപ്പനയിലുണ്ടായി, അതുകൊണ്ട് ഇനി ഒരു കാര്യത്തിൽ അയാൾ അനുസരിക്കാൻ പാടില്ല. അങ്ങനെയല്ല. പറഞ്ഞ ഹറാമ് ചെയ്യാൻ പറഞ്ഞോ അതിനനുസരിക്കരുത്, ആരും അനുസരിക്കരുത്. അതിലനുസരിക്കാൻ പാടില്ല. അല്ലാത്ത കാര്യങ്ങളിൽ അനുസരിക്കണം. വാജിബുകൾ ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ അനുസരിക്കരുത്. അതേസമയം ചിലപ്പോൾ ചില ഇജ്തിഹാദിൻ്റെ ഭാഗമായി, ചില ഗവേഷണങ്ങളുടെ ഭാഗമായി, ചിലപ്പോൾ ഒരു പുണ്യകരമായ കാര്യം അതിപ്പോൾ ചെയ്യണ്ട എന്ന് ഭരണാധികാരി എന്തെങ്കിലും മസ്ലഹത്തിൻ്റെ പേരിൽ ഒരു പൊതു നിയമം നിശ്ചയിച്ചാൽ അത് മുസ്ലിമീങ്ങൾ അനുസരിക്കേണ്ടതുണ്ട്. കാരണം അതനുസരിച്ചുകൊണ്ട് എന്തില്ല, ഒരാൾക്കൊരു കുറ്റം വരാനില്ല, അള്ളാഹുവിനോടുള്ള ധിക്കാരമോ പാപമോ വരാനില്ല. അത് അയാൾ എന്തെങ്കിലും നന്മ അതുകൊണ്ട് കണ്ടിട്ടുണ്ടാവും, അതുകൊണ്ട് അതിൽ നിന്ന് വിട്ടു നിൽക്കുക. ഇത് ഭരണാധികാരിയോടുള്ള ബാധ്യതയാണ്. അതുപോലെ അയാളുടെ ഭരണാധികാരിയുടെ ആ സമൂഹത്തിൽ, അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഉള്ള പൊതു മുസ്ലിമീങ്ങളോട് ചേർന്ന് നിൽക്കുക എന്നത്, അവരിൽ നിന്ന് വിട്ടുമാറി ഒരു വിമത സ്വരം ഉയർത്തുക എന്നത് പാടില്ല. ഭരണാധികാരികൾക്ക് വേണ്ടി ദുആ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖിയാറു അഇമ്മത്തിക്കും, നിങ്ങളിൽ ഏറ്റവും നല്ല ഭരണാധികാരികൾ എന്ന് പറഞ്ഞാൽ അല്ലദീന യുഹിബ്ബൂനക്കും വതുഹിബ്ബൂനഹും, നിങ്ങൾ സ്നേഹിക്കുന്ന ഭരണാധികാരികളാണ്. വയുസല്ലൂന അലൈക്കും വതുസല്ലൂന അലൈഹിം, നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന, നിങ്ങൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഭരണാധികാരികളാണ്. മോശക്കാരായ ഭരണാധികാരികൾ എന്നാൽ നിങ്ങളെ വെറുക്കുന്ന, നിങ്ങൾക്കെതിരിൽ പ്രാർത്ഥിക്കുന്ന, നിങ്ങളെ ശപിക്കുന്ന, നിങ്ങൾ അങ്ങോട്ട് ശപിക്കുന്ന ഭരണാധികാരികളാണ്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ആധുനിക കാലത്ത് എത്രയോ മുസ്ലിം നാടുകളിലെ ഭരണാധികാരികളെയും അവിടുത്തെ പൊതുജനങ്ങളെയും നിങ്ങൾ നോക്കൂ. പല നാടുകളിലും അവരുടെ ജനങ്ങളോട് നിങ്ങൾ ചോദിച്ചാൽ അവർക്ക് എന്തെന്നില്ലാത്ത സ്നേഹം അവരുടെ ഭരണാധികാരികളോട് കാണാം. അവർക്കൊണ്ട് പ്രാർത്ഥിക്കുന്നത് കാണാം. തിരിച്ചിങ്ങോട്ടും ഖൈറിൻ്റെ അടയാളമാണത്. മനസ്സിലായില്ലേ? അവരെ സ്നേഹിക്കുക, അവരെക്കുറിച്ച് നല്ലത്, അവർക്ക് എന്തെങ്കിലും സംഭവിച്ച് അവർക്ക് കൊണ്ട് ദുആ ചെയ്ത്, ഇങ്ങനെ എത്രയോ ആളുകളെ കാണാം. അത് ഖൈറിൻ്റെ അടയാളമാണ്. അവർക്കെതിരിൽ പ്രാർത്ഥിക്കുക എന്നത് മോശക്കാരായ ആളുകളുടെ അടയാളമാണ്. അതുപോലെ നോക്കൂ, ഭരണാധികാരികളോടുള്ള ബാധ്യതയാണ് അവർക്കെതിരിൽ കലാപവുമായി ഇറങ്ങാൻ പാടില്ല എന്നത്, അവർക്ക് ബൈഅത്ത് ചെയ്യുക എന്നത്, അഥവാ അവർക്ക് അനുസരണ പ്രതിജ്ഞ ചെയ്യുക എന്നത്. ഒരു മുസ്ലിം ഭരണാധികാരിക്കല്ലാതെ ഏതെങ്കിലും കക്ഷികൾക്കോ സംഘങ്ങൾക്കോ സംഘടനകൾക്കോ അനുസരണ പ്രതിജ്ഞ നൽകുക എന്നത് പാടില്ലാത്തതാണ്. ആ ഭരണാധികാരികളുടെ ബൈഅത്ത്, അവർക്കുള്ള അനുസരണ പ്രതിജ്ഞ ഇല്ലാതെ ഒരു മനുഷ്യൻ മരിക്കാൻ പാടില്ല.
ഇത് മുസ്ലിം നാടുകളിൽ കഴിയുന്ന ആളുകളുടെ സ്ഥിതിയാണ്. എന്നാൽ മുസ്ലിമീങ്ങൾക്ക് ഭരണമില്ലാത്ത നാട്ടിൽ കഴിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു ഭരണാധികാരിക്ക് ബൈഅത്ത് നൽകാൻ സാധ്യമല്ല. പക്ഷേ അയാൾ ഭരണാധികാരിക്ക് കീഴിൽ ജീവിക്കാൻ തനിക്ക് അവസരം ലഭിച്ചാൽ താൻ അയാൾക്ക് ബൈഅത്ത് ചെയ്യും എന്ന് മനസ്സിലെപ്പോഴും ഉറച്ചിരിക്കണം. അതുപോലെ അവരോടുള്ള ബാധ്യതയാണ് അവർക്ക് ഉപദേശങ്ങൾ നൽകുക എന്നത്. എങ്ങനെ? അത് ഫർദ് കിഫായയാണ്. സമൂഹത്തിൽ എല്ലാവരുടെയും ബാധ്യതയല്ല, മറിച്ച് അതിന് സാധിക്കുന്ന ആളുകളുടെ ബാധ്യതയാണ്. പക്ഷെ അതിന് ചില നിബന്ധനകളും ചില രീതികളുമുണ്ട്. അതിലൊന്നാണ് അവർക്ക് ഉപദേശം നൽകുമ്പോൾ സൗമ്യതയും അതുപോലെ വിനയത്തിൻ്റെ വാക്കും ഉപയോഗിക്കുക എന്നത്. ഇത് പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ പൊതുജനങ്ങളുടെ കാര്യം എടുത്തു നോക്കിയാൽ തന്നെ അങ്ങനെയാണ്. ജനങ്ങളുടെ പൊതുസ്ഥിതി എന്താണ്? ഒരാളോട് നീ ഒരു ആജ്ഞാസ്വരത്തിലൊരു കാര്യം ഉപദേശിച്ച് നോക്കി, അയാൾ പോയി പണി നോക്കുന്നവർ. പൊതുവേ ജനങ്ങളുടെ സ്വഭാവം ഇങ്ങനെയാണ്. പൊതുജനങ്ങളുടെ, ഒരു രാജാവുമല്ല, ഒന്നുമല്ല, ഒരു പഞ്ചായത്ത് പ്രസിഡന്റും കൂടിയല്ല. എന്നാൽ പോലും നീ അവൻ്റെ ഉപദേശത്തിനൊന്ന് കാർക്കശ്യം വളർത്തിയാൽ അവൻ അനുസരിക്കില്ല. അത് ആളുകളുടെ പൊതു സ്വഭാവമാണ്. അപ്പം പിന്നെ ഭരണാധികാരികളുടെ സ്ഥിതി എന്തായിരിക്കും? ഫിറഔനിൻ്റെ അരികിലേക്ക് അള്ളാഹു മൂസ അലൈഹിസ്സലാമിനെയും ഹാറൂൻ അലൈഹിസ്സലാമിനെ അയക്കുമ്പോൾ എന്താണ് പറഞ്ഞത്? ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശ. നിങ്ങൾ രണ്ടാളും അവനോട് സൗമ്യമായ വാക്ക് പറയുക, അവൻ പേടിക്കുകയോ ചിന്തിക്കുകയോ ചെയ്തേക്കുമല്ലോ. അതുകൊണ്ട് സൗമ്യമായി പറയുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ നമ്മുടെ അനുജനെ ഉപദേശിക്കുന്നതും വീട്ടിൽ ഉപ്പാൻ ഉപദേശിക്കുന്നതും ഒരുപോലെ ആയിരിക്കുമോ? ഒരേ സ്വരത്തിനാണോ ഉപദേശിക്കുക? അല്ല. ഉപ്പാനടുത്ത് കണ്ടതൊരു തെറ്റാണെങ്കിൽ കൂടി അത് പറയാൻ അതിൻ്റെ ഒരു രീതിയും അതിൻ്റെ വാക്കുകളുണ്ട്. അങ്ങനെ പറയാൻ പാടുള്ളൂ. ഇതുപോലെ തന്നെയാണ് ഭരണാധികാരിയോട് പറയാൻ അതിൻ്റെതായ ശൈലിയും അതിൻ്റെതായ വാക്കുമുണ്ട്, അതിൻ്റെ ആളുകളുമുണ്ട്. എല്ലാവരും കയറി അങ്ങ് പറഞ്ഞാൽ അയാൾ സ്വീകരിക്കുകയില്ല. അയാളുടെ അടുപ്പമുള്ള പണ്ഡിതന്മാരും വിവരമുള്ളവരും ആണ് അത് പറയേണ്ടത്. രണ്ടാമത്തെ നിബന്ധന, ആ ഉപദേശം രഹസ്യമായിട്ടായിരിക്കണം, പരസ്യമാകാൻ പാടില്ല. ഇത് സഹോദരങ്ങളെ നമ്മളാരെങ്കിലും ഉണ്ടാക്കിയ നിയമമാണോ? അല്ല. ഭരണാധികാരിയെ ഉപദേശിക്കേണ്ടത് പൊതുസ്ഥലത്ത് സ്റ്റേജ് കെട്ടിയിട്ടല്ല, ആളുകളൊക്കെ ഇരിക്കുന്ന മസ്ജിദിൽ വെള്ളിയാഴ്ച മിമ്പറിൽ കയറിയിട്ടുമല്ല, മറിച്ച് അയാളുടെ അരികിൽ ചെന്ന്, സാധിക്കുമെങ്കിൽ അരികിൽ ചെന്ന് കൈപിടിച്ച് ഉപദേശിക്കുക, അല്ലെങ്കിൽ അടുത്ത് ചെന്ന് ഉപദേശിക്കുക. അതിന് സാധിക്കാത്ത ഒരാളാണ്, അയാൾക്ക് ഉപദേശിക്കണമെന്ന് അത്രയും നിർബന്ധമുണ്ട്. ഭരണാധികാരിക്ക് നേരിട്ട് എത്തുന്ന രൂപത്തിൽ, സ്വകാര്യമായി എത്തുന്ന രൂപത്തിൽ എഴുതാൻ സാധിക്കുമെങ്കിൽ അയാൾക്ക് എഴുതാം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ അറാദ അൻ യൻസഹ ലിസുൽത്താനിൻ ബിഅംരിൻ, ഒരു സുൽത്താന് എന്തെങ്കിലും ഒരു നസീഹത്ത് കൊടുക്കാൻ ആർക്കെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ ഫലാ യുബ്ദി ലഹു അലാനിയ, അത് പരസ്യമായി പറയാൻ പാടില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വലാകിൻ ലിയഖുദ് ബിയദിഹി, മറിച്ച് അവൻ ഭരണാധികാരിയുടെ കൈ പിടിക്കട്ടെ, ഫയഖ്ലു ബിഹ്, എന്നിട്ട് അയാളുമായി ഒറ്റക്കാകട്ടെ, സ്വകാര്യമായി ഒരു സദസ്സിലിരിക്കുക. ഫൈൻ ഖബില മിൻഹു ഫദാക്, എന്നിട്ട് അയാൾ സ്വീകരിച്ചാൽ ശരി, നല്ല കാര്യം. വഇല്ല കാന ഖദ് അദ്ദല്ലദി അലൈഹി ലഹ്, സ്വീകരിച്ചില്ലേ ഉപദേശിച്ചവൻ്റെ ബാധ്യത നിറവേറ്റിയിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. ഇതെല്ലാവർക്കും സാധിച്ചോളണമെന്നില്ല. ഒരു വലിയ രാജ്യത്തെ ഒരു സാധാരണ പൗരന് ഭരണാധികാരിയുടെ അടുത്ത് പോയി അയാളുടെ കൈ പിടിച്ച് ഉപദേശിക്കാൻ കഴിയുമോ? ഇല്ല. അയാളുമായി അടുപ്പമുള്ള പണ്ഡിതന്മാർക്ക് സാധിക്കും, വിവരമുള്ളവർക്ക് സാധിക്കും. അപ്പോൾ അവർക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ എത്തിച്ചു കൊടുക്കുക. നിങ്ങളൊന്ന് ഇങ്ങനെ പറഞ്ഞെങ്കിൽ നന്നായിരുന്നു, അല്ലെങ്കിൽ എഴുതുക, ഇങ്ങനെയുള്ള നന്മയുടെ വഴികൾ സ്വീകരിക്കുക. മനസ്സിലായി? എന്നാൽ നിങ്ങൾ നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയല്ല കാര്യം, പരസ്യമായി പറയണം, എന്നാലേ അവർക്ക് തൃപ്തിയാവുള്ളൂ, എന്നാലേ അവർക്ക് തൃപ്തിയാവുകയുള്ളൂ. നോക്കൂ, ഈ ആധുനിക കാലത്ത് ജീവിച്ചിരിക്കുന്ന മഹാന്മാരായ പണ്ഡിതന്മാരിൽ ഒരാൾ ഷെയ്ഖ് സാലിഹ് ഫൗസാൻ ഹഫളഹുല്ലാഹ്, അദ്ദേഹത്തിനോട് അടുപ്പമുള്ള ഒരാൾ പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ അരികിൽ ഇടയ്ക്കിടെ പല ചെറുപ്പക്കാരും വരാറുണ്ടായിരുന്നു, വളരെ ആവേശത്തിൽ അങ്ങനെ നിങ്ങൾ ചെയ്യണം, ഇങ്ങനെ നിങ്ങൾ ചെയ്യണം എന്നൊക്കെ വളരെ വികാരഭരിതരായി പറയുന്ന ചില ആളുകൾ. അങ്ങനെ അവരിൽ ചിലർ വന്ന് ഷെയ്ഖിനോട് സംസാരിച്ചിങ്ങനെ പോയി. ഷെയ്ഖൊന്നും മറുപടിയൊന്നും പറഞ്ഞില്ല. തിരിച്ചു പോയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഷെയ്ഖിനോട് ചോദിച്ചു, എന്താ നിങ്ങൾ ഒന്നവരോട് തിരിച്ചൊന്നും പറയാതിരുന്നത്? ഷെയ്ഖ് പറഞ്ഞത്രേ, ഇവരെനിക്കറിയാം, ഇവർക്ക് നമ്മെക്കുറിച്ച് തൃപ്തി ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഇവരോട് പറയണം, നാളെ വാളെടുത്തിട്ട് ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞാലല്ലാതെ ഇവർ നമ്മളെ തൃപ്തിപ്പെടും എന്ന്
യാതൊരു പ്രതീക്ഷ നമുക്കില്ല. എന്നാലേ ഒരു തൃപ്തി. പിന്നെ ആ കൗമിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതാണ് പല ആളുകളുടെയും ചിന്താഗതി എന്ന് പറയുന്നത്. മനസ്സിലായില്ല? ആളുകൾക്ക് എപ്പോഴും ഈ ആവേശം അത് ആളുകളുടെ പ്രകൃതമാണ്, അങ്ങനെ ഉണ്ടായിരിക്കും. ഇത് പഴയ കാലം മുതലേ ഉള്ളതാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ. ആരാണ് ഉസ്മാൻ? ദുന്നൂറൈൻ, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 പെൺമക്കളുടെ ഭർത്താവ്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട, പലതവണ സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. എന്താണ് ഉണ്ടായത്? ആളുകൾ ഉസ്മാൻ്റെ ഭരണത്തെക്കുറിച്ച് ധാരാളം പരാതികളാണ് ആളുകൾക്ക്. അത് മൂപ്പിച്ചു കൊടുക്കാനും കള്ളക്കഥകൾ പ്രചരിപ്പിക്കാനും ആളുകളുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? മാത്രമല്ല ഉസ്മാൻ്റെ മുൻപ് ഉള്ള ഭരണാധികാരിയാണ് ആരാണ്? ഉമറാണ് ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. ഉസ്മാൻ പറഞ്ഞിട്ടുണ്ട്, ഉമർ അത് ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. പക്ഷെ ഉമർ ഒരു വഴി കാണിച്ചു, അത് ആ വഴി എത്തിപ്പിടിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. അപ്പോൾ ആളുകൾക്ക് തോന്നുന്നത് എന്ത്? ഉസ്മാൻ മോശമാണ് എന്ന്. അങ്ങനെയല്ല. ഉസ്മാൻ റളിയല്ലാഹു ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞ വാക്കാണ്, ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഞാൻ ഒരു മാറ്റവും ഒരു തിന്മയും കൊണ്ടുവന്നിട്ട്. പക്ഷെ ഉമറിൻ്റെ മാതൃക എന്നത് അത് ആർക്കും പിടിക്കാൻ സാധിക്കാത്ത മാർഗമാണ്. ആളുകളിത് തിരിച്ചറിയുകയില്ല. പല ആളുകൾക്കും ഒരു സ്വഭാവമുണ്ട്, പഴയ ഭരണാധികാരികളെ നന്നായി പുകഴ്ത്തും, സത്യസന്ധമായി പുകഴ്ത്തുന്ന ആളുകളുണ്ടാവും, നല്ല കാര്യമായിരിക്കും. പക്ഷേ ചിലരുടെ ഉദ്ദേശം എന്തായിരിക്കും? നിലവിലുള്ളവരെ മോശമാക്കുക എന്നതായിരിക്കും ചിലരുടെ ഉദ്ദേശം. അങ്ങനെ ആയിരിക്കും. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് നോക്കൂ, ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തോട് ചില ആളുകൾ വന്നുകൊണ്ട് പറഞ്ഞു, അലാ തദ്ഖുലു അലാ ഉസ്മാൻ ഫതുകല്ലിമ, നിങ്ങൾക്ക് ഉസ്മാൻ അടുത്ത് പോയി ഉപദേശിച്ചൂടെ? ചില ആളുകൾ എന്ന് ചോദിക്കാറ്, എന്താ ഈ പണ്ഡിതന്മാർക്കൊക്കെ ഉപദേശിച്ചൂടെ, അവർക്കൊക്കെ പറഞ്ഞൂടെ എന്ന് ചോദിക്കാറില്ലേ? ഇതേപോലെ ഉസാമത്തിനോട് ചോദിക്കാൻ, എന്ത് നിങ്ങൾക്ക് പോയി ഉപദേശിച്ചൂടെ? ഉസാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നക്കും ലതുറൗന അന്നി ലാ ഉകല്ലിമുഹു ഇല്ലാ ഉസ്മിഉകും. നിങ്ങളെന്താണ് വിചാരിക്കുന്നത്? ഞാൻ ഉസ്മാനെ കയറി ഉപദേശിച്ചാലൊക്കെ നിങ്ങളോട് വന്നത് പറയണോ, നിങ്ങൾ കേൾപ്പിക്കണോ? അതാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ചില ആളുകൾ നിങ്ങൾക്ക് ഉപദേശിച്ചു. ചിലപ്പോൾ സ്വന്തം വീട്ടിലെ ഒരാളെ കുറിച്ചായിരിക്കും മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കുക, എൻ്റെ വീട്ടിൽ ജ്യേഷ്ഠൻ ഇങ്ങനെയാണ്, അന്യൻ ഇങ്ങനെയാണ്. അപ്പോൾ ആളുകൾ ഉടനെ ചോദിക്കുന്നതാണ്, നിങ്ങൾക്കൊന്ന് ഉപദേശിച്ചൂടെ? സ്വന്തം ഇക്കാക്കാനായി നാട്ടുകാരൊക്കെ വിളിച്ചിട്ടാണ് ഒരാൾ ഉപദേശിക്കേണ്ടത്? അല്ലല്ലോ, അയാൾ ഉപദേശിക്കുന്നുണ്ടാവും. അത് സഹോദരങ്ങൾ ഒരു സാമാന്യ ബുദ്ധിയല്ലേ. ഒരു തിന്മ കണ്ടാൽ ഒരു സാധാ മുസ്ലിമിന് പൊള്ളുമെങ്കിൽ, അയാൾക്ക് അത് കണ്ടാൽ ധാർമ്മിക രോഷമുണ്ടാകുമെങ്കിൽ, അള്ളാഹുവിനെ പേടിക്കുന്ന വലിയ വിജ്ഞാനമുള്ള പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോവുകയില്ലേ, അവർക്ക് പൊള്ളുകയില്ല എന്നാണ് അവർ വിചാരിക്കുന്നത്. അപ്പം നിങ്ങളാണല്ലോ അവരെക്കാളും നല്ലത്, നിങ്ങളാണല്ലോ പണ്ഡിതന്മാർ. അല്ല, അള്ളാഹു പറയുന്നത് അവൻ ഏറ്റവും നന്നായി ഭയപ്പെടുക പണ്ഡിതന്മാരാണ് എന്നാണ്. അതുകൊണ്ട് അവരെക്കുറിച്ച് നല്ലത് വിചാരിക്കുക എന്നത് ഏറ്റവും അത്യാവശ്യമായി നമുക്ക് വേണ്ട കാര്യങ്ങളിലൊന്നാണ്. ഉസാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നി ഉകല്ലിമു ഫിസ്സിർ, ഞാൻ രഹസ്യമായി ഉസ്മാനെ ഉപദേശിക്കുന്നുണ്ട്. ദൂന അൻ അഫ്തഹ ബാബൻ ലാ അകൂനു അവ്വല മൻ ഫതഹ, എന്നാൽ ഞാൻ ഫിത്നയുടെ കുഴപ്പത്തിൻ്റെ വാതിൽ ആദ്യം തുറക്കുന്നയാളാകാൻ ഉദ്ദേശിക്കുന്നില്ല. മനസ്സിലായല്ലോ? ജനങ്ങളോടൊക്കെ പരസ്യമായി പറഞ്ഞ് കുഴപ്പത്തിൻ്റെ വാതിൽ തുറക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ സഹോദരങ്ങൾ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ കാലത്ത് ഈ കലാപങ്ങൾ, ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലത്ത് പിന്നീട് എന്തുണ്ടായി? ഉസ്മാൻ റളിയല്ലാഹുവിനെ കൊലപ്പെടുത്തുന്ന അവസ്ഥയിൽ പ്രശ്നങ്ങളുണ്ടായി. എന്തായിരുന്നു കാരണം? ആളുകൾ ഉസ്മാനെക്കുറിച്ച് കള്ളക്കഥകൾ, വ്യാജ കഥകൾ പ്രചരിപ്പിച്ചതാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഈ ഉമ്മത്തിൽ വാൾ ഉയർത്തപ്പെട്ടാൽ പിന്നെ അത് താഴുകയില്ല. ഉസ്മാൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് അതാണ്. ഉസ്മാൻ റളിയല്ലാഹുവിനെ കൊലപ്പെടുത്താൻ ഉയർന്ന വാൾ പിന്നീട് ഈ ഉമ്മത്തിൽ ഒരിക്കലും താണിട്ടില്ല. ഈ ഉമ്മത്തിൽ ഓരോ ഇടവേളകളിൽ കണ്ടുകൊണ്ടേയിരിക്കുന്ന കുഴപ്പങ്ങൾ, രക്തം ചിന്തലുകൾ, കലാപങ്ങൾ, അതിൻ്റെ ബാക്കിയാണ്. അത് ആളുകൾ ഈ ഉമ്മത്തിൽ ഉയർത്തി. ഉസ്മാനെതിരിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളുടെ ഭർത്താവിനെതിരിൽ ഉയർത്തിയത് കൊണ്ട് ഖിയാമത്ത് നാൾ വരെ അത് താഴുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതാണ് ഈ കാണുന്ന കുഴപ്പങ്ങളുടെയൊക്കെ അതിൻ്റെ തുടക്കം. അതിൻ്റെ കാരണം ഉസ്മാനെക്കുറിച്ച് ആളുകൾ ഇല്ലാത്തത് പ്രചരിപ്പിച്ചതായിരുന്നു. ജനങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ രസിക്കും. ഭരണാധികാരികൾ ഉദ്ദേശിക്കുന്ന നന്മകൾ പൊതുവെ കാണാൻ അവർക്ക് സാധ്യമല്ല. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വിവരദോഷികളായ ആളുകൾ എന്തെങ്കിലും പറയുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ പറയാൻ പാടില്ല. പൊതുവെ ആളുകളുടെ സ്വഭാവമാണിത്. അതോടൊപ്പം നിങ്ങൾ നോക്കൂ,
ദീനിൻ്റെ ആളുകൾ വെറുതെ ഇങ്ങനെ ഭരണാധികാരികളെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുക, അവരുടെ വാഴ്ത്തുപാട്ട് പാടിക്കൊണ്ടേയിരിക്കുക. അങ്ങനെയല്ല അഹ്ലുസുന്നത്തിൻ്റെ പണ്ഡിതന്മാരുടെ പൊതുവായ രീതി എന്ന് പറയുന്നത്. അത് അവരുടെ രീതിയല്ല. പക്ഷേ ചില ആളുകൾ ഭരണാധികാരികളെ ഇകഴ്ത്തുന്നത് കേവലം ഇതുകൊണ്ട് മാത്രമായിരിക്കില്ല. അതായത് ഭരിക്കുന്ന ആളുകളോടുള്ള ഒരു ദേഷ്യം, അവരോടുള്ള ഒരു വിമതസ്വരം, അതുകൊണ്ട് മാത്രമായിരിക്കണമില്ല. മറിച്ച് ചില ഭരണാധികാരികളുള്ള ആളുകളുടെ ദേഷ്യം അവരുടെ ദീനിൻ്റെ പേരിലുള്ള ദേഷ്യമാണ്. ഉദാഹരണത്തിന് ഈ നാട് പോലെ, സൗദി അറേബ്യ പോലെ തൗഹീദ് അത് ശക്തമായി പ്രചരിപ്പിക്കുകയും ശിർക്ക് അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്ന നാടുകളോട് ദേഷ്യം ശിർക്കിൻ്റെ വക്താക്കൾക്ക്, ബിദ്അത്തുകളുടെ ഖുറാഫാത്തുകളുടെ വക്താക്കൾക്ക് ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. അപ്പോൾ എന്തു ചെയ്യും? കൂടുതൽ ഇല്ലാക്കഥകളും കള്ളക്കഥകളുമൊക്കെ അങ്ങനെയുള്ള നാടുകളുടെ ഭരണാധികാരികളുടെ പേരിൽ കൂടുതലായി പ്രചരിപ്പിക്കുക. അത് നമ്മൾ കാണുന്ന നമ്മുടെ മുന്നിലുള്ള കാഴ്ചയാണ്. എന്തൊക്കെയോ കളവുകൾ, എത്ര കളവുകൾ, വ്യാജ വാർത്തകൾ പ്രത്യേകിച്ച് ഈ ആധുനിക കാലത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു ഉദ്ദേശം കൂടിയുണ്ട്. അങ്ങനെ വരുമ്പോൾ നന്മയുടെ ഹക്കിൻ്റെ ആളുകൾക്ക് അല്ല, ഇത് കളവാണ്, ഭരണാധികാരികൾ അങ്ങനെയല്ല, മറിച്ച് അവർക്ക് ഇന്ന നന്മകളുണ്ട് എന്ന് പറയേണ്ടി വരും. ആ അടിസ്ഥാനത്തിലാണ് ഈ നാട്ടിലെ ധാരാളം പണ്ഡിതന്മാർ ഈ നാട്ടിൻ്റെയും ഈ നാട്ടിലെ ഭരണാധികാരികളുടെയും നന്മകൾ പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ പണ്ഡിതന്മാരെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ഒരു സാധാരണ മുസ്ലിമിനെ കുറിച്ച് പോലും നല്ലത് വിചാരിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് നമ്മൾ. ആളെക്കുറിച്ച് മോശം വിചാരിക്കരുത്. പിന്നെ പണ്ഡിതന്മാരെക്കുറിച്ച് അവർക്ക് പൈസയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് കരുതി പോവുക വളരെ മോശമാണ്. അതുകൊണ്ട് തൗഹീദിൻ്റെ സുന്നത്തിൻ്റെ നാടിനെ വെറുക്കുന്നവരിൽ തൗഹീദിൻ്റെ സുന്നത്തിൻ്റെ എതിരാളികളുണ്ടാവും, സംശയമില്ലാതെ. പിന്നെ വിവരമില്ലാത്ത ആളുകൾ, എന്ത് വാർത്ത കേട്ടാലും അതിൻ്റെ പിന്നാലെ പോകുന്ന, ഇപ്പം അങ്ങനെ ഉണ്ട് അത്രേ, സൗദി അറേബ്യയിൽ ഇപ്പം അങ്ങനെ കള്ള് ചാപ്പ് തുടങ്ങി അത്രേ, ഇത് തുടങ്ങി അത്രേ എന്നിങ്ങനെ നാൾക്ക് നാൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവും. വിവരമില്ലാത്ത ആളുകൾ, വിവരമില്ലാത്തവനെ കുറിച്ച് നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവൻ പഠിക്കാതല്ലാതെ വേറെ യാതൊരു വഴിയും അതേക്കുറിച്ചില്ല. പക്ഷേ ഇതിൽ ഇസ്ലാമികമായ ഇങ്ങനെയുള്ള നിയമങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഭരണാധികാരികൾക്കെതിരിൽ ഏത് നാട്ടിലെ ആളുകൾ ഇറങ്ങി പുറപ്പെട്ടോ അവരുടെ പിന്നീടുള്ള അവസ്ഥ അതിന് മുമ്പുള്ള അവസ്ഥയേക്കാൾ മോശമായിരിക്കും. മനസ്സിലായില്ലേ? ഇത് പ്രിയ സഹോദരങ്ങളെ എപ്പോഴും മുസ്ലിം നാടുകളെക്കുറിച്ച് മാത്രമായിരിക്കണമെന്നില്ല. മുസ്ലിം നാടുകളല്ലാത്ത കുഫാറുകൾ ഭരണത്തിലേറിയ നാട്ടിലാണ് എങ്കിൽ പോലും കാഫറാണ്, അതുകൊണ്ട് ഉടനെ വാളുടുത്തിറങ്ങിക്കോളൂ എന്ന് പറയലല്ല ഇസ്ലാമിൻ്റെ രീതി. അത് പലപ്പോഴും സഹോദരങ്ങളെ വലിയ രക്തച്ചൊലിച്ചിലേക്ക്, തീർത്താൽ തീരാത്ത നഷ്ടങ്ങളിലേക്കായിരിക്കും നയിക്കുക. നിങ്ങളറിയുമോ? സുബ്ഹാനല്ലാഹ്. എന്നാൽ ഇത് ആദർശമാക്കിയെടുത്ത ആളുകളുണ്ട്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഡ്യൂട്ടി, ഭരണം താഴെ ഇറക്കുക എന്നത് ദീനാക്കിയെടുത്ത ആളുകളുണ്ട്. നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. ഈ അടുത്ത കാലത്ത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നമ്മുടെ നാട്ടിലെ ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതാവ്, ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരു നദ്വി, അദ്ദേഹം എഴുതുകയുണ്ടായി. നമ്മുടെ നാട്ടിനെ കുറിച്ച് എഴുതുകയാണ്. അവരുടെ ഏതോ കുറച്ച് ആളുകളെ മറ്റേതോ സംസ്ഥാനത്ത് പോയപ്പോൾ അവിടെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അതേക്കുറിച്ച് എഴുതുകയാണ്. നമ്മുടെ ജനങ്ങളെ തെരുവിലേക്ക് ഇറക്കാൻ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. യാ സുബ്ഹാനല്ലാഹ്. ആ വാക്ക് ചെന്നെത്തുന്ന അതിൻ്റെ അർത്ഥതലങ്ങൾ, അത് ചൂണ്ടിക്കാണിക്കുന്ന അപകടങ്ങൾ എത്ര വലുതാണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എത്രയോ നാടുകൾ ഇങ്ങനെ തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. ആളുകൾ കൊല്ലപ്പെട്ടു, അഭിമാനം വ്രണപ്പെട്ടു. ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത് ഈ സർവായുധ സജ്ജരായ സൈന്യങ്ങൾക്കും ഭരണകൂടങ്ങൾക്കും എതിരിൽ ഒന്നും കയ്യില്ലാത്ത ജനങ്ങൾ പുറത്തിറങ്ങിയപ്പോഴാണ്. പക്ഷെ അതിനാണ് നമ്മൾ പണിയെടുക്കുന്നത് എന്ന് നമ്മുടെ നാടുകൾ പോലെയുള്ള നാടുകളിൽ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടേക്കാണ് ഈ ആളുകൾ കൊണ്ടുപോകുന്നത്? ജനങ്ങളെങ്ങാനും ഇവരുടെ വാക്ക് കേട്ടിരുന്നെങ്കിൽ എന്തായിരിക്കും സഹോദരങ്ങൾ നമ്മുടെ കുടുംബങ്ങളുടെയും നമ്മുടെ വീടുകളുടെയും ഒക്കെ സ്ഥിതി? ബുദ്ധിയില്ലായ്മ അത് ആദർശമാക്കിയെടുക്കുന്ന വിവരമില്ലാത്ത ആളുകൾ. കാരണം ഇവർ ദീൻ സ്വീകരിച്ചിട്ടുള്ളത് അത്തരത്തിലുള്ള ചിന്താഗതികളിൽ നിന്നാണ്, ഖവാരിജികളുടെ ആശയത്തിൽ നിന്നാണ് ദീൻ സ്വീകരിച്ചിട്ടുള്ളത്. അതാണ് ഇത്തരം വർത്തമാനങ്ങൾ വിവരമില്ലാത്ത ഇത്തരം വർത്തമാനങ്ങൾ പറയുന്നത്. ദീനിലുള്ള വിവരം പോകട്ടെ, വിവേകവും ലോകപരിചയവും ഒരു ജീവിത പരിചയമെങ്കിലും ഉള്ള ഒരാൾ ഇത് പറയുകയില്ല. കലാപങ്ങൾ നടന്ന നാടുകളുടെ ചരിത്രം മനസ്സിലാക്കിയ ഒരാൾ പറയുകയില്ല. കുഫാറുകളാണ് ഭരണാധികാരികളെങ്കിൽ പോലും പ്രിയ സഹോദരങ്ങളെ, മുസ്ലിമീങ്ങൾ പാലിക്കേണ്ട പല മര്യാദകളുമുണ്ട്. അത് അവരുടെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ്. ആവശ്യങ്ങൾ നേടിയെടുക്കാൻ എപ്പോഴും തെരുവിലിറങ്ങുക, നാട് കത്തിക്കുക, ഇതേ ആളുകൾക്കറിയൂ. ചർച്ചകളുടെ ഭാഷ, സമ്മർദ്ദങ്ങളുടെ ഭാഷ, ഭരണതലത്തിലുള്ള ഇടപെടലുകളുടെ ഭാഷ, മറ്റ് ഭരണാധികാരികളെ ഇടപെടിക്കുക അഥവാ സംസാരത്തിലൂടെ, നയതന്ത്രത്തിലൂടെ, ഈ ഭാഷയൊന്നും വിവരമില്ലാത്ത ജനങ്ങൾക്കറിയില്ല.
അങ്ങനെയൊക്കെ ഭാഷയുണ്ട്. അതിനൊക്കെ പലപ്പോഴും പുറത്തിറങ്ങി നാട് കത്തിക്കുന്നതിനേക്കാൾ എത്രയോ നല്ല ഫലം അതുകൊണ്ടുണ്ടാവും. പുറത്തിറങ്ങി നാട് കത്തിച്ചാൽ അതുകൊണ്ട് ദൂഷ്യഫലങ്ങളാണ് ഉണ്ടാവുക. നിന്നെയും നിൻ്റെ കുടുംബത്തെയും നശിപ്പിക്കാനും ഒന്നായ പിടിച്ച് അറസ്റ്റ് ചെയ്യാനും ഒരു ജാമ്യം പോലും ലഭിക്കാത്ത ജയിലറകൾ നിനക്ക് സമ്മാനിക്കാനും കാത്തിരിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് നീ വടി കൊണ്ടുപോയി കൊടുത്തിട്ട് അവർക്കുള്ള എല്ലാ വടിയും തുറന്നു വെച്ചിട്ട് പിന്നെ വിലപിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, എൻ്റെ മുസ്ലിം സഹോദരങ്ങളോട് ചെറുപ്പക്കാരോട് പറയാറുള്ളത്, വിവേകമുള്ളവരാകും. ഇത് നമ്മുടെ ദീൻ പഠിപ്പിക്കുന്ന വിവേകത്തിൻ്റെ ഭാഷയുണ്ട്. വിവരമില്ലാത്ത ഇത്തരക്കാരുടെ ഭാഷകൾ നമ്മൾ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം. അതല്ല എങ്കിൽ വലിയ അപകടം വരും. സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബാംഗങ്ങളെയും എല്ലാ മുസ്ലിമീങ്ങളെയും ഈ വക എല്ലാ അപകടങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ ചുരുക്കുകയാണ്. അവസാനത്തെ പാഠം സല്ലല്ലാഹു അലൈഹി വസല്ലം നസീഹത്ത് വേണ്ട ആളുകളായി പറഞ്ഞതുപോലെ ആമ്മത്തിഹിം, മുസ്ലിം പൊതുജനങ്ങളോടാണ്. അഥവാ അവർക്ക് നന്മ ഉണ്ടാകാൻ ആഗ്രഹിക്കുക, അവർക്ക് നീ നന്മ പഠിപ്പിച്ചു കൊടുക്കുക, തിന്മ വിലക്കുക, അവർക്ക് നഷ്ടമുണ്ടാക്കാൻ നീ ആഗ്രഹിക്കാതിരിക്കുക. മറ്റൊരു ഹദീസിൽ കാണാം വന്നുസ്ലി കുല്ലി മുസ്ലിമിൻ, ഓരോ മുസ്ലിമിനോടും നീ നസീഹത്ത് പുലർത്തുക. ആ ഉപദേശം കേട്ടതിന് ശേഷം ജരീർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു എന്ന സഹാബി ഒരിക്കൽ കച്ചവടം നടത്തുകയുണ്ടായി. ഒരു വാഹനമൃഗത്തെ ഒരാളോട് വാങ്ങുകയാണ്. അയാൾ പറഞ്ഞ വിലയുടെ എത്രയോ ഇരട്ടി ആ സഹാബി അങ്ങോട്ട് പറഞ്ഞത് വാങ്ങി. കാരണം ഇതിനേക്കാൾ ഇതിന് വിലയുണ്ട്, ഇതിനേക്കാൾ ഇത് വിലയുണ്ട് എന്ന് പറഞ്ഞ് വാങ്ങിയെന്നാണ്. നിർബന്ധമുള്ള കാര്യമല്ലാതെ ഒരാൾ പറഞ്ഞ വിലക്ക് കൊടുത്ത് അത് വാങ്ങാം, തെറ്റൊന്നുമില്ല. അതിനേക്കാൾ കുറച്ച് ചോദിക്കാൻ അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു മുസ്ലിമിനോട് നസീഹത്ത് പാലിക്കണം എന്ന ഉപദേശം അങ്ങനെ തന്നെ ഒരു സഹാബി പാലിച്ചത് എങ്ങനെയാണ്? ഒരു വാഹനമൃഗത്തിന് ഒരാൾ വില പറഞ്ഞപ്പോൾ ഇത് ഇത്രയല്ല, ഇതിനേക്കാൾ കൂടുതൽ കിട്ടും, അങ്ങോട്ട് വില പറഞ്ഞേറ്റി ആ പൈസ കൊടുത്ത് വാങ്ങിയ സഹാബത്തിൻ്റെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. അത്രയൊന്നുമില്ല എങ്കിലും പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ മുസ്ലിം പൊതുജനങ്ങളോട് എത്ര നസീഹത്ത് നമ്മൾ പാലിക്കണം. ഏറ്റവും ചുരുങ്ങിയത് നീ അവരെ വഞ്ചിക്കരുത്, അവരെ പറ്റിക്കരുത്, അവരെ കബളിപ്പിക്കരുത്. മറിച്ച് അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുകയും അവരോട് നന്മയിൽ വർത്തിക്കുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങൾ ഏറ്റവും നന്നായി പാലിക്കാൻ നമ്മെ സഹായിക്കുമാറാകട്ടെ. അല്ലാഹു തആല അലം. സല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.